പിതൃസ്ഥാനീയരാണ്. പന്തളം കൊട്ടാരത്തിലെ പ്രതികൾ പിതൃസ്ഥാനീയരാണ്. എടുത്തോടത്തി അച്ഛനാ, സ്വന്തം അച്ഛനല്ല. സ്വന്തം അച്ഛനെ നമുക്കറിയാം അല്ലേ? ശംഭു മഹാദേവ, അതാണ് സ്വന്തം പിതാവ്. എടുത്തു വളർത്തി സംരക്ഷിക്കുന്ന മാതാവായാലും പിതാവായാലും സംരക്ഷിക്കുന്നവരെയും മാതൃപിതൃസ്ഥാനത്ത് കാണുമെന്ന് പഠിപ്പിച്ച വിശ്വസംസ്കാരം, അതാണ് അയ്യപ്പൻ. പന്തളം രാജാവ് നേരെ വരാൻ പാടില്ല. സന്നിധാനത്തിന് നേരെ മുമ്പിൽ, പ്രതിഷ്ഠയുടെ മുമ്പിൽ വന്നാൽ അയ്യപ്പൻ എഴുന്നേക്കേണ്ടി വരും. അതുകൊണ്ടാണ് പന്തളം കൊട്ടാരത്തിലെ പ്രതികൾക്ക് നേരെ നിന്ന് തൊടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അവതാരമൂർത്തിയായാലും കലിയുഗ വരദനായാലും ജനകോടികളുടെ ഹൃദയം കീഴടക്കിയ ദേവനായാലും അച്ഛനെ കാണുമ്പോൾ എഴുന്നേക്കണമെന്ന് പഠിപ്പിച്ച സംസ്കാരം അതിനപ്പുറം എന്ന് പഠിപ്പിക്കാനുണ്ടോ? കൊണ്ടുപോയി വീണ്ടും 23-ൽ വീണ്ടും നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. 2 വർഷം 2018-ഉം 2019-ഉം കേരളത്തിൽ 2 പേമാരി, പിന്നെ 2 കൊല്ലം മഹാമാരി, അങ്ങനെ 4 കൊല്ലക്കാലം നമ്മുടെ ആ ഒത്തുചേരലുകളും ആഹ്ലാദങ്ങളും ഒക്കെ ഒരുപാട് അപഹരിച്ച് പോയി. കഴിഞ്ഞ 2 പ്രാവശ്യം വരുമ്പോഴും വളരെ പ്രിയപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ എന്നോടൊപ്പം വേദിയിലുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വന്നപ്പോൾ ദേവസ്വം പ്രസിഡന്റ്, എൻ്റെ ചിരകാല സുഹൃത്ത് പ്രയാറുണ്ടായിരുന്നു. പ്രയാറ് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം മാറിത്തന്നു. ഞാൻ കേൾക്കാനാണ് വന്നത്, പ്രസംഗിക്കാനല്ല എന്ന് പറഞ്ഞ് മാറിത്തന്നു. അന്ന് സ്റ്റേജ് വിടുന്ന അങ്ങോട്ടായിരുന്നു. രണ്ടാമത്തെ തവണ വന്നപ്പം മലയാളികൾ മുഴുവൻ ഇന്നും ദുഃഖം തീർന്നിട്ടില്ലാത്ത നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, നാടിൻ്റെ പ്രിയപുത്രൻ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും അവസാനം ഞങ്ങൾ തമ്മിൽ കണ്ടത് ഇവിടെ വെച്ചാണ്. പിരിയുന്ന സമയത്ത് അവിടെ ഒന്ന് അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അവിടെ തൊഴുതിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ജീവനില്ലാത്ത ശരീരമാണ് കാണാൻ ഇടയായത്. ഇങ്ങനെ 2 പേരുടെ വേർപാട് ഈ വേദിയിൽ വന്നപ്പോൾ ഞാൻ ഓർത്തുപോയി. ആദ്യം എന്നെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗൺമാനാണ് ശ്രീകുമാർ. ശ്രീകുമാറാണ് എന്നെ ആദ്യം വിളിച്ചിവിടെ കൊണ്ടെത്തിക്കുന്നത്. എല്ലാം നിയോഗങ്ങളാണ്, സന്തോഷമാണ്. ഇനി കൂടുതൽ ആമുഖങ്ങളൊന്നും പറയുന്നില്ല. അയ്യപ്പ സത്രം പൂർത്തിയാകണമെങ്കിൽ ഒരു വാവര് വേണ്ടേ? അപ്പം ഇപ്പോഴാണത് പൂർത്തിയായത്. ഞങ്ങൾ അവിടെ ആലുവായ്ക്കടുത്ത് ആലങ്ങാട്, പേട്ടതുള്ളുന്ന സംഘമുള്ള ആലങ്ങാട് വലിയൊരു സത്രം ഇപ്പം നടന്നു കഴിഞ്ഞ മാസം. അയ്യപ്പ സത്രത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ അവിടെ പ്രഭാഷണത്തിന് ചെന്നപ്പോൾ ആദ്യം ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശബരിമലയിലെ മേൽശാന്തി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പറഞ്ഞു ഇതുപോലെ ഉദിക്കാമല ക്ഷേത്രത്തിൽ നമ്മൾ ഒന്നിച്ച് കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മണ്ഡലച്ചിറപ്പൊക്കെ കഴിഞ്ഞു, മണ്ഡലകാലം കഴിഞ്ഞു, മകരവിളക്ക് കാത്തിരിക്കുന്നു. എന്താണ് ഈ മണ്ഡലച്ചിറപ്പ്? നമ്മളെപ്പോഴും പറയാറുണ്ട് മണ്ഡലച്ചിറപ്പ്. അയ്യപ്പ സത്രം നടത്തുന്ന യജ്ഞാചാര്യൻ ഞങ്ങൾ പല വേദികളിൽ ഒന്നിച്ച് എപ്പോഴും വരാറുണ്ട്. പലപ്പോഴും ഈ തേവലക്കരയിലും കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ ഒന്നിച്ചുണ്ട്. അദ്ദേഹത്തിന് സപ്താഹം യജ്ഞം അതിൽ എനിക്ക് പ്രഭാഷണത്തിനുണ്ടായിരുന്നു. നന്നായി സത്രം അവതരിപ്പിക്കുന്നുണ്ട്, കഴിയും. ഏറെ ജ്ഞാനമുള്ള മനുഷ്യനാണ്. മറ്റ് ആർഭാടങ്ങളൊന്നുമില്ലാതെ സത്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വളരെ പ്രിയപ്പെട്ട ആചാര്യനാണ്. അപ്പോൾ അദ്ദേഹം എല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഈ അപൂർവതകൾ പറയുമ്പോഴാണ് ആസ്വാദ്യത കൂടുന്നത്. സാധാരണ എല്ലാവരും പറയുന്ന ഒരേ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു സവിശേഷത ഇല്ല. എവിടെ വ്യത്യസ്തത വരുന്നോ അവിടെയാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വ്യത്യസ്തയില്ലാതെ തുടർച്ചയായ ആസ്വാദനങ്ങൾക്ക് പരിധിയുണ്ടെന്നാണ്. വ്യത്യസ്തത വരുമ്പോൾ പരിധി ഇല്ലാതെയായിത്തീരും. അത് നമ്മുടെ ഭാരതീയ പുരാണത്തിലെ ഒരു ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാ പുതുമയും മാധുര്യമുള്ളതാണ്. പുതുമകളെല്ലാം മാധുര്യമുള്ളതാണ്. ആ പുതുമ വരിക എന്ന് പറയുന്ന പഴയതിൽ നിന്നൊരു മാറ്റം വരുമ്പോഴാണ് പുതുമ വരുന്നത്. ആ പുതുമ അനുസരിച്ച് ആചാര്യൻ പറയുന്നുണ്ട്, പുതുമയുള്ളൊരു ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ സാധാരണ കഴിക്കാത്ത ഒരു പുതുമയുള്ള ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ആസ്വാദനം 1 മണിക്കൂറേ ഉള്ളതാണ്. 1 മണിക്കൂർ കഴിയുമ്പോൾ ആ കഴിച്ചതിൻ്റെ പുതുമയെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒരു പുതിയ വസ്ത്രം ധരിക്കുന്നു, അതിൻ്റെ ആസ്വാദ്യത 1 ദിവസമേ ഉള്ളെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറേ പുതുമയുടെ ആസ്വാദനം പറഞ്ഞ കൂട്ടത്തിൽ ഋഷി പറഞ്ഞിരിക്കുന്നത് വിവാഹ ജീവിതത്തിൻ്റെ ആസ്വാദനം 1 മാസമേ ഉള്ളെന്നാ. പുതുമ 1 മാസമേ പുതുമേ ഉള്ളൂ. ഇപ്പോൾ 1 മാസവും ഇല്ല, ഒരാഴ്ച കഴിയുമ്പോഴേ അടി തുടങ്ങുകയാണ് അല്ലേ?
ഞാൻ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് മനഃശാസ്ത്രം പഠിച്ച ഡോക്ടർ അറിയാമല്ലോ നിങ്ങൾക്ക്. വനിതാ കമ്മീഷന്റെ കൗൺസിലറാണ്. 14 ജില്ലയിലും കേരള വനിതാ കമ്മീഷന് വേണ്ടി കൗൺസിൽ ചെയ്യുന്നതിൻ്റെ ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്തും, വിവാഹപൂർവ്വ കൗൺസിലിംഗ്. അങ്ങനെ നമ്മുടെ അടൂര് വലിയൊരു ഹാളിൽ SNDP യൂണിയൻ്റെയും പിന്നെ അവിടെ കുറേ സംഘടനയുടെ എല്ലാ ആഭിമുഖ്യത്തിൽ വനിതാ കമ്മീഷന്റെ ചുമതലയിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടക്കുകയാണ്. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഹാള് നിറയുണ്ട്. അപ്പോൾ ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിരുന്നു, സംഘാടകരോട് പറഞ്ഞിരുന്നു, റീസെൻ്റ്ലി മാരീഡ്, അടുത്ത കാലത്ത് കല്യാണം കഴിച്ച വലിയ പഴക്കമില്ലാത്തവരെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. കാരണം ഒത്തിരി പാഠങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുത്തു, ക്ലാസ് അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുത്തു. കോഡ്ലെസ് മൈക്ക് സാസി കൊടുത്തിരിക്കുക. ആൺകുട്ടികൾ എഴുന്നേറ്റ് സംശയം ചോദിക്കും, പെൺകുട്ടികൾക്ക് എഴുന്നേറ്റ് ചോദിക്കാൻ നാണം വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എഴുതി തന്നാൽ മതി. പെൺകുട്ടികളുടെ അല്ല, ഇന്നത്തെ പെണ്ണിന് നാണമൊന്നും ഇല്ല കേട്ടോ. ഈ പണ്ടൊക്കെ പെണ്ണ് കാണാൻ ചെന്നിടയിൽ ഇതിനൊന്നും കാണാൻ കിട്ടത്തില്ല, അകത്ത് കയറി കുടിച്ചിരിക്കും. പിന്നെ ചായയും പലഹാരം എല്ലാം കൊണ്ട് ഇങ്ങനെ വലിച്ചിറക്കി കൊണ്ടുവരും. ആടിനെ വെള്ളത്തിൽ ഇറക്കാൻ വലിക്കുന്നത് പോലെ വലിച്ചിറക്കണം. ഇപ്പൊ പെണ്ണിനെ വലിച്ചിറക്കിയൊന്നും വേണ്ട, കാണാൻ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഇറങ്ങി വരും. ഈ കൂട്ടുകാരന്മാർ ഇപ്പൊ ഗ്യാങ് ആയിട്ടാണ് നടക്കുന്നത്, 5-6 പേര് ഒന്നിച്ചാ വന്നിരിക്കുന്നത്. അവളിനി ഇറങ്ങി വരും. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആരാടാ എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത് ചോദിക്കുകയും ഞാനന്ന് ദേഹോദരം എത്തിക്കല്ലേ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ടെന്ന് ആലങ്കാരികമായി ഞാൻ പറയാം. അതുകൊണ്ട് പെൺകുട്ടികൾ ചോദിക്കാൻ നാണമാണ്. പെണ്ണിന്റെ കലയാണ് ലജ്ജ എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ തീർന്നു. അതുകൊണ്ടല്ലേ ലജ്ജാവതി എന്ന പാട്ട് സൂപ്പർ ഹിറ്റ് ആയത്. കാരണം പെണ്ണിന്റെ ലജ്ജയെ പിടിച്ചാണ് ജാസി ഗിഫ്റ്റ് പാടിക്കളഞ്ഞത്. ഇതിൽ നാണമൊന്നുമില്ല. അപ്പൊ പാട്ടെല്ലാം മാറിപ്പോയി. ഈ കൊറോണ മാറിയ ആ ഒരു സീസൺ 2022 ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ അടൂര് ബസ് സ്റ്റാൻഡിൽ ഒരു ബുക്ക് സ്റ്റാൾ ഉദ്ഘാടനം രാവിലെ 9 മണിക്ക് വെച്ചിരിക്കുക. കാരണം 3-4 കോളേജ് ഉള്ളതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെല്ലാം അവിടെ കൂടും. അതുകൊണ്ട് ആ സമയത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ബോക്സിൽ ഇങ്ങനെ CD ഇട്ടിട്ട് പാട്ട് തകർക്കുക, തുള്ളി കളിക്കുന്ന പാട്ടുകൾ ഇട്ടിട്ട് കുട്ടികളെ ആകർഷിച്ച് നിർത്താൻ വേണ്ടി. കാറിൽ ചെന്നിറങ്ങിയപ്പോൾ ഒരു പാട്ട് കേട്ട് എൻ്റെ അമ്മോ, ഇപ്പോഴും എൻ്റെ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. ഒരു പെണ്ണ് പാടുക, ഡാഡി മമ്മി വീട്ടിലില്ല, തടയാനും ആരുമില്ല, വിളയാടാൻ പാടാൻ. പിന്നെ എവിടെ നാണം വരുന്നത്? ഈ പാട്ട് കേട്ട് ഞാൻ നാണിച്ചു, എൻ്റെ നാണം ഇതുവരെ മാറിയില്ല. ഒരു പെണ്ണ് പാടുകയാണ്. അപ്പൊ ലജ്ജയായതുകൊണ്ട് സംശയം ചോദിക്കാൻ പെൺകുട്ടികൾ മടിക്കുന്നുള്ളതുകൊണ്ട് എഴുതി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചോദ്യം ഉത്തരം ഇങ്ങനെ തകർത്ത് നടക്കുകയാണ്. എല്ലാ കല്യാണം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരുമായ ആൺകുട്ടികളും പെൺകുട്ടികളും കസേരയിലിരിക്കുക. ഏറ്റവും പിറകിൽ ക്രോസ് ആയിട്ടൊരു ബെഞ്ച് കിടന്നു. ആ ബെഞ്ചില് ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്കിരിക്കുന്നു. കുറെ ചോദ്യോത്തരം കഴിഞ്ഞപ്പോൾ ഇവൻ എവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, ഡോക്ടറെ എനിക്കൊരു സംശയം ചോദിക്കാമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചോദിക്കാം, അതല്ലേ ഇവിടെ നടക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ എന്താ കാരണമെന്ന് തിരിച്ച് അവനോട് ചോദിച്ചു. അന്നേരം അവൻ പറയാൻ ഞാൻ പെണ്ണ് കെട്ടാൻ വന്നതല്ല. പിന്നെന്തിനാണ് അതിനകത്ത് കയറി ഇരുന്നത്? എന്റെ ജ്യേഷ്ഠനെയും കൊണ്ട് ബൈക്കിൽ വന്നതാണ്, അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്, കെട്ടാൻ പോകുന്ന പെണ്ണും അവിടെയുണ്ട്. പക്ഷെ ചോദ്യോത്തരം കേട്ടപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ +2 പഠിക്കുന്നതേ ഉള്ളൂ. സംശയം ചോദിച്ചോട്ടെ, എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ? ഇന്നത്തെ +2കാരൻ സംശയം ചോദിച്ചോട്ടെ എന്ന് അനുവാദം ചോദിക്കൂല. അവൻ ചാടി എഴുന്നേറ്റ് അങ്ങ് ചോദിക്കും. അതുകൊണ്ടല്ലേ വാലുമുറിച്ചല്ലേ പറയുന്നത്, ന്യൂ ജെൻ എന്നേ പറയൂ. ന്യൂ ജനറേഷൻ എന്ന് പറയരുത്, ന്യൂ ജെൻ. വാലുമുറിച്ചേ പറയൂ. പ്രിൻസിപ്പൽ എന്ന് പറയത്തില്ല. പിന്നെന്ത് പറയും? പറയുന്നത് പ്രിൻസി അങ്ങനെ പറയൂ. ബ്രദർ എന്ന് പറയില്ല. പിന്നെന്ത് പറയും? ബ്രോ. ന്യൂജൻ അങ്ങനെയാണ്. അയ്യോ, തലതിരിഞ്ഞ കാലമാണ്, ഫുൾ ഫോം ഇല്ല, എല്ലാത്തിനും ഷോർട്ട് കട്ടാണ്. അങ്ങനെ അച്ഛനെ അമ്മയൊക്കെ പുതിയ പേരുകളായിപ്പോൾ വിളിക്കുന്നത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, പോട്ടെ. എന്തെങ്കിലും ഉപദേശം നമ്മളൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു പേരിടും, കുലപുരുഷൻ. അങ്ങനെയൊക്കെ ഉമ്മനെ വിളിക്കുന്നത്. അങ്ങനത്തെ സാധനങ്ങളാണല്ലേ. അങ്ങനെ ന്യൂജൻ ഒരുത്തൻ +2 പഠിക്കുന്നവൻ ചോദിച്ചു, സംശയം ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ, ഇഷ്ടമുള്ള സംശയം ചോദിച്ചു. അവന്റെ സംശയം ഇതായിരുന്നു, ഏതു മതാചാര പ്രകാരവും വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ അതിന്റെ ചടങ്ങുകൾ കർമ്മങ്ങൾ നടക്കുമ്പോൾ വധൂവരന്മാർ കൈ കൊടുത്തുകൊണ്ടാണ് വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. അതെന്തിനായി കൈ കൊടുക്കുന്നത്? അതാണ് അവന്റെ ചോദ്യം. ASLV പരാജയപ്പെട്ടപ്പോൾ APJ ഒരു ഉത്തരം ചിന്തിച്ചു കാണൂല. അത്ര അവന്റെ സംശയം ശരിയാണ് കേട്ടോ. എല്ലാ മതാചാരങ്ങൾ അനുസരിച്ചും വിവാഹം നടക്കുന്ന സമയത്ത് വധൂവരന്മാർ കൈ കൊടുക്കാറുണ്ട്. ഹിന്ദു ആചാരം അനുസരിച്ച് പുടവ കൊടുക്കലും താലികെട്ടലും എല്ലാം കഴിഞ്ഞേച്ച് വധൂവരന്മാർ കൈ കൊടുത്തുകൊണ്ട് മണ്ഡപത്തിന് വലം വയ്ക്കുമ്പോഴാണ് ചടങ്ങ് അവസാനിക്കുന്നത്. അന്ന് തുടങ്ങുകയാണ് ചുറ്റല്, ഒടുങ്ങാത്ത ചുറ്റല്. ക്രിസ്തീയ സഹോദരന്മാർ വിവാഹം ആശീർവദിക്കുമ്പോൾ വധൂവരന്മാരുടെ കൈ കൂട്ടിപ്പിടിക്കും, കൈ കൊടുക്കുക. പിടിച്ചോണ്ട് അച്ഛൻ പ്രാർത്ഥിക്കും, വാനിൽ നിന്നോരു മകുടം
പ്രാർത്ഥിക്കുക. അപ്പോൾ കൈ കൊടുത്ത് പിടിച്ചിരിക്കുക. മുസ്ലിം സമുദായത്തിലെ വിവാഹം വരനും വധുവിന്റെ രക്ഷകർത്താവും കൂടി കൈ കൊടുത്തൊരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി കഴിഞ്ഞിട്ട് അവളെ മണിയറയിലേക്ക് അയക്കുന്ന സമയത്ത് പഴയ കാലത്ത് മൈലാഞ്ചിയൊക്കെ കയ്യിൽ പുരട്ടി മൈലാഞ്ചി തേച്ച കൈയുമായിട്ട് വരന്റെ കൈ പിടിച്ചിട്ട് വധുവിന്റെ രക്ഷകർത്താവ് രണ്ടും കൂടെ കൈ കൂട്ടി പിടിച്ചിട്ടാണ് മണിയറയിലേക്ക് കൊണ്ടുപോകുന്നത്. എപ്പോഴും കൈ കൊടുത്തിരിക്കുക. അന്നേരമാണ് പഴയ കാലത്തെ മൈലാഞ്ചി പാട്ട്. പഴയ സിനിമയിൽ രാഘവ മാഷ് തന്നെ ട്യൂൺ ചെയ്ത് മാഷ് തന്നെ പാടിയൊരു പാട്ടുണ്ട്, മൈലാഞ്ചി പാട്ട്. പകലവനൊന്ന് മറയുമ്പ അകിലു പുകച്ചേ മുറിക്കുള്ളിൽ പനിമതി ബിംബമുദിച്ച പോൽ പുതുമണവാട്ടി. ആ സമയത്ത് രണ്ടും കൂടെ കൈവരുത്ത് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എപ്പോഴാണ് ഈ പാട്ടൊക്കെ വരുന്നത്? അപ്പൊ അവന്റെ കണ്ടെത്തൽ ശരിയാണ്. കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ രണ്ടും കൂടെ കൈ കൊടുത്തുകൊണ്ടാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്നാണ്, അതിന്റെ രഹസ്യം എന്താണെന്നാണ് അവന്റെ ചോദ്യം. അതിന് ധാർമ്മികമായ ഒരു മറുപടി, ആധ്യാത്മികമായ ഒരു മറുപടി ഉണ്ട്. അത് ഞാൻ രണ്ടാമതാ പറഞ്ഞത്. കാലത്തിന്റെ പരിച്ഛേദം അനുസരിച്ച് ആദ്യം ഒരു ഗുരുത്തം കെട്ട മറുപടിയാ പറഞ്ഞത്. ആ മറുപടി ഇങ്ങനായിരുന്നു: എടാ മക്കളെ, ടി വിയിൽ നീ ബോക്സിങ്ങിന്റെ മത്സരം കണ്ടിട്ടുണ്ടോ? ബോക്സിങ് കയ്യുറയിട്ടിട്ട് തമ്മി മോന്തക്കിടിക്കുന്ന കളി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിന് തുടക്കം കണ്ടിട്ടുണ്ടോടാ? ഇല്ല, തുടക്കം കാണണമടാ. അയ്യോ, എതിരാളികൾ രണ്ടും ഗോതയിൽ നീ കൈ കൊടുത്തിട്ടാടാ ഇടി തുടങ്ങുന്നത്. ഈ കൈ കൊടുക്കും, അതാണ് അന്ന് തുടങ്ങുകയാണ് ഇടി. ഒടുക്കത്തെ ഇടി, അവസാനിക്കാത്ത ഇടി, അല്ലേ? അതുകൊണ്ട് ആചാര്യൻ പറഞ്ഞു തന്നു, 1 മാസമാണ് അവിടെ നമ്മൾ പോയത്. കാട് കയറരുത്. വിവാഹം കഴിഞ്ഞാൽ അതിന്റെ ആസ്വാദനം, അതിന്റെ ആദ്യത്തെ ആസ്വാദനം 1 മാസമേ ഉള്ളൂ. അല്ല, പുതുമയുടെയും ആസ്വാദനം വരുമ്പോൾ അതിന് പരിധിയുണ്ട്. പക്ഷേ അടിക്കടി മാറ്റിക്കൊണ്ടിരുന്നാൽ ആസ്വാദനം വളരെ വ്യത്യസ്തം ആണ്. ഒരേ ശൈലി അധികം ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ പറയും ആവർത്തന വിരസത. ആവർത്തന വിരസത. മനുഷ്യനാണ് ആവർത്തനം വിരസതയാകുന്നത്. ദേവന്മാർക്ക്, ഭഗവാന് ആവർത്തനം ഇഷ്ടമാണ്. ഉണ്ടോ? നമ്മൾ എന്ത് വിളിക്കും? സ്വാമിയേ എന്ത് വിളിക്കും? ശരണമയ്യപ്പ. ഇന്ന് വരെ മാറ്റമുണ്ടോ? ഉണ്ടോ? ആവർത്തനമല്ലേ? നിരന്തരം ആവർത്തിക്കുന്നതാണ് അയ്യപ്പനിഷ്ടം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ ഇഷ്ടം ആവർത്തിക്കുന്നതാണ്. അഖണ്ഡ നാമ ജപയജ്ഞം 1 കോടി നാമങ്ങൾ ജപിക്കുകയാണ്. അത് ആവർത്തനമാണ്. ആവർത്തനം ദേവതകൾക്കും ഈശ്വരനും ഇഷ്ടമാണ്. ആവർത്തിക്കുന്ന മനുഷ്യനിൽ വിരസത ഉണ്ടാക്കും. ഈ ആവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആത്മാവിന് ഒക്കെ ഒരു വിശുദ്ധിയും എംപവർമെന്റും കിട്ടും. അതാണ് ഇതിന്റെ രഹസ്യം. അന്നിനി നീട്ടിപ്പരത്തി ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ആവർത്തനമാണ് മണ്ഡലകാല വ്രതം. മണ്ഡല ചിറപ്പ് എന്ന് പറയും. എന്താണ് മണ്ഡലം? നമുക്കറിയാം, 41 ദിവസമാണ്. 41 ദിവസമാണ് ഒരു മണ്ഡലം. അതെങ്ങനെ വന്നു ഈ മണ്ഡലം? ഞാൻ ഒരുപാട് അതിന്റെ പുറകെ അന്വേഷിച്ചു പോയി. എന്താ ഈ മണ്ഡലം എന്ന് വരാൻ കാര്യം? ആദ്യം അതൊരു കലണ്ടർ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമാണ്. പുരാതന ഭാരതത്തിൽ, ഇക്കാലത്തൊന്നുമില്ല, പുരാതന ഭാരതത്തിൽ ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങൾ വെച്ച് അതിന്റെ കയറ്റയിറക്കം അനുസരിച്ചായിരുന്നു മാസങ്ങൾ കണക്കാക്കുന്നത്. അപ്പൊ ചന്ദ്രമാസമായിരുന്നു ഭാരതത്തിലെ പഴയ കണക്ക്. അതനുസരിച്ചാണ് ശകവർഷം തീരുമാനിച്ചത്. ശകവർഷം ചന്ദ്രമാസമാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ കലണ്ടർ എന്ന് പറയുന്നത് പാശ്ചാത്യർ ഉണ്ടാക്കിയ കലണ്ടറാണ്. അത് സൂര്യമാസമാണ് എടുത്തത്. സൂര്യമാസം അനുസരിച്ചുള്ള കലണ്ടറിൽ 365 ദിവസം ഉണ്ട്. ചന്ദ്രമാസത്തിൽ 324 ഉള്ളൂ. അപ്പൊ ഭാരതത്തിന്റെ പഴയ കാലത്തെ കലണ്ടറിൽ ചന്ദ്രമാസം അനുസരിച്ച് ഉള്ള ദിവസങ്ങൾ കഴിഞ്ഞ് സൂര്യമാസ കലണ്ടറിൽ ഒരു 41 ദിവസം ബാക്കി വരും. അതാണ് മണ്ഡലം എന്ന് തീരുമാനിച്ചത്. 41 ദിവസം കിട്ടുന്ന ഈ സമയം വ്രതാചാരത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ചു. ശബരിമല മണ്ഡലമായി വന്നത് പിന്നീടാണ്. ഈ 41 ദിവസം മണ്ഡലകാലമായി തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ പുരാതനമായ ഋഷിമാർ
മണ്ഡലം ആചരിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ആ മണ്ഡലം ഉണ്ടായത് ഒന്ന് ഈ കലണ്ടർ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത് മണ്ഡലം ഉണ്ടായത് ആയുർവേദ ശാസ്ത്രത്തിലാണ്. ആയുർവേദം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ചിരപുരാതനമായ ആരോഗ്യശാസ്ത്രം, ലോകത്തിലെ ആദ്യത്തെ ശാസ്ത്രമാണ്. അതിന്റെ പഴക്കം എത്രയാണെന്ന് തീരുമാനിക്കാൻ പറ്റൂല. ചിലരൊക്കെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് പറയും ഭഗവത്ഗീത ഉണ്ടായിട്ട് 5000 കൊല്ലമായി, രാമായണം ഉണ്ടായിട്ട് 7000 കൊല്ലമായി. ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്നതേയില്ല. 5000 അല്ല, 7000 അല്ല, 10000 അല്ല. വേദങ്ങളും പുരാണങ്ങളും ഉണ്ടായ കാലം നിശ്ചയിക്കാൻ പോകുന്നതിനേക്കാൾ മണ്ടത്തരം വേറെ ഒന്നുമില്ല. ആർക്ക് നിശ്ചയിക്കാൻ കഴിയും? ചതുർവേദങ്ങൾ, സാമം, അഥർവം, ചതുർവേദങ്ങൾ. ആ ചതുർവേദത്തിലെ അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. ഇതെന്നുണ്ടായി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത്ര 1000 കൊല്ലമായി? കഴിയൂല. എന്തുകൊണ്ട്? ബ്രഹ്മാസ്മൃത്വ ആയുഷോ വേദം പ്രജാപതി മജിഗ്രഹേ സോ അശ്വിനൗ തൗ സഹസ്രാക്ഷം സോ അത്രിപുത്രാധികാൻ മുനീം. ബ്രഹ്മാവ് ഓർമ്മയിൽ നിന്ന് ആയുർവേദം പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാസ്മൃത്വ ആയുഷോ വേദം പ്രജാപതി മജി. പ്രജാപതിക്ക് ബ്രഹ്മാവ് ഓർമ്മയിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. ഓർമ്മയിൽ നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് നേരത്തെ പഠിച്ചിരിക്കണം. പഠിക്കാതെ ഓർമ്മയെന്ന് പറയാൻ പറ്റും? ഞാനിപ്പോ ഈ ശ്ലോകം ഇവിടെ പാടി ഞാൻ നേരത്തെ പഠിച്ചു വെക്കാതെ പാടാൻ പറ്റുമോ? എന്റെ സ്മൃതിയിൽ നിന്ന് ഞാൻ പറഞ്ഞെങ്കിൽ, ഓർമ്മയിൽ നിന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മാവ് ഓർമ്മയിൽ നിന്ന് പ്രജാപതിക്ക് ആയുർവേദം പഠിപ്പിച്ചെങ്കിൽ അത് ബ്രഹ്മാവിന് മുമ്പേ ഇവിടെ ആയുർവേദം ഉണ്ട്. അതുകൊണ്ടല്ലേ അദ്ദേഹം പഠിച്ചു വെച്ചത്. അപ്പൊ എന്നാ ബ്രഹ്മാവ് എന്നുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങൾ എന്നുണ്ടായെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ ഭാരതീയ പുരാണങ്ങളുടെ കാലപ്പഴക്കം അന്വേഷിച്ചു പോകുന്നത് മണ്ടത്തരമാണ്. ഇത് കണ്ടെത്താൻ പറ്റൂല. രാമായണം ഉണ്ടായിട്ട് എത്ര 1000 കൊല്ലമായെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഭഗവത്ഗീതയ്ക്ക് 5000, 7000, 10000 കൊല്ലമൊന്നുമല്ല. പുരാണങ്ങൾ എന്നുണ്ടായി എന്നുള്ളത്, ഇതിഹാസങ്ങളും പുരാണങ്ങളും സൃഷ്ടമായ കാലം അന്വേഷിച്ചെടുക്കാൻ സാധ്യമേയല്ല. അത്ര പഴക്കമാണ് ആയുർവേദം. ലോകത്തിൽ ആദ്യമായി സർജറി ഉണ്ടായത് ആയുർവേദത്തിലാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ എക്സിബിഷൻ നടന്നത് 2014 തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജും കൂടെ ചേർത്തൊരു മെഡക്സ് എന്ന് പറഞ്ഞ എക്സിബിഷൻ നടത്തി. അങ്ങോട്ട് കേറുന്നിടത്ത് കുട്ടികൾ ഫാദർ ഓഫ് സർജറി വലിയ പ്രതിമ ഉണ്ടാക്കി വെച്ചു. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ എ, ഭാരതത്തിലെ തന്നെ പഴയ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്നാണത്. ആ ഓപ്പറേഷൻ തിയേറ്റർ ഭിത്തിയിൽ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കുട്ടികൾ ഇനി പ്രതിമയായും രൂപമായും അങ്ങ് മുൻവശത്ത് കൊണ്ടുവച്ചതും. ഫാദർ ഓഫ് സർജറി, സർജറി കണ്ടുപിടിച്ച പിതാവ് ആരാണ്? ലോകത്താദ്യം സർജറി നടത്തത് ദ ഫസ്റ്റ് സർജൻ ഓഫ് ദ യൂണിവേഴ്സ് ഹിപ്പോക്രട്ടീസ് അല്ല. പിന്നെയോ സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗത യോഗമുക്തോ മുനിർബ്രഹ്മ ചിരേണ ധിഗച്ഛതി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ യോഗമുക്തി നേടിയ ഒരു സന്യാസിയാണ് ലോകത്തിലെ ആദ്യത്തെ സർജൻ. ജടാവൽക്കലങ്ങൾ ധരിച്ച സുശ്രുത മഹർഷി ശിഷ്യന്മാരും കൂടെ ചേർത്തിരുന്ന് സർജറി നടത്തുന്ന ചിത്രമാണ് മെഡക്സിന്റെ മുമ്പിൽ വെച്ചിരുന്നത്. സുശ്രുത സംഹിതയിൽ പറയുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്. തസ്മാ സമസ്തഗാത്രം അഭിശോകതം അദീർഘവ്യാധി വീട് നന്നായി പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. സുശ്രുത മഹർഷി കണ്ടുപിടിച്ച സർജിക്കൽ എക്യുപ്മെന്റ്സ് അല്ലാതെ തത്വപരമായി ഇന്നും ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അന്ന് ഉരുക്ക് കൊണ്ടുണ്ടാക്കി, ഇങ്ങനെ ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീലായി. അന്ന് വലിപ്പം കൂടുതലാണെങ്കിൽ ഇപ്പൊ വലിപ്പം കുറച്ചു. സീസൈഡ്സ് ആയാലും സർജിക്കൽ ബ്ലേഡ് ആയാലും ഇതെല്ലാം കണ്ടെത്തി കൊടുത്തത് സുശ്രുത മുനിയാണ്. ചരക മഹർഷി അടുത്ത ഡോക്ടറാണ്, അടുത്ത വൈദ്യനാണ് ചരക മഹർഷി. ഇന്നും പ്ലാസ്റ്റിക് സർജറിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്ത മാമുനിയാണ് ചരക മഹർഷി. പഴയ കാലഘട്ടത്തിലെ രാജകൊട്ടാരത്തിൽ പടയാളികളെയും തടവ് പുള്ളികളെയും പിടിച്ചു കഴിഞ്ഞാൽ അവർ ചാടിപ്പോയാലും അവരെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി കമ്പി പല രൂപത്തിൽ വളച്ച പഴുപ്പിച്ച് അവരെ ശരീരത്തിൽ വെച്ച് ചാപ്പ കുത്തുക എന്ന് അതിന് പറയുന്നത്.
പണ്ട് പാണ്ടിക്കാളുകളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചാപ്പ കുത്തിയത്. അതുപോലെ ചാപ്പ കുത്തി വെക്കും. കാരണം ഇവൻ ചാടി പോകരുത്, എവിടെ പോയാലും ഇവനെ പിടികിട്ടാം. ചാപ്പ കുത്തി വെക്കും. ആ കാലഘട്ടത്തിൽ രാജാവിന്റെ തടവിൽ നിന്ന് ചാടി വരുന്ന ഈ പാവം അടിമകളും പടയാളികളും നേരെ പോകുന്ന ഒരു ആശ്രമത്തിലേക്കാ, ചരകമുനിയുടെ ആശ്രമത്തിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ആ മുറിവിന്റെ അടയാളം പോലുമില്ലാതെ മായ്ച്ചു കൊടുക്കുമായിരുന്നു. ഇത് നമ്മുടെ പുരാതന വൈദ്യമാണ്. ഇതിന്റെ പഴക്കം എത്രയാണെന്ന് എങ്ങനെ ആർക്ക് നിശ്ചയിക്കാൻ കഴിയും? എല്ലാം കഴിഞ്ഞ് ആ ഒരു 6.25 നൂറ്റാണ്ട് മുഗൾ ചക്രവർത്തിമാർ ഇവിടെ ഭരിച്ചു. അന്നും വൈദ്യം അറിയാതെ നമ്മുടെ ഭാരതത്തിലെ പൗരാണികരായ വൈദ്യന്മാർക്കാണ് ഈ മുഗൾ ചക്രവർത്തിമാരെ ബീവിമാരെ പുറത്ത് കാണിക്കൂല. അവർക്ക് രോഗം വന്നാൽ വൈദ്യമുള്ളൂ, സ്ത്രീ വൈദ്യന്മാരില്ല. അപ്പോഴെന്ത് ചെയ്യും? കൊട്ടാരത്തിലെ രാജകുമാരിമാരെയും റാണിമാരെയും ജനാലയ്ക്ക് അപ്പുറം ഇരുത്തും. അവരുടെ കൈത്തണ്ടയിൽ പട്ടുനൂല് കെട്ടും. ഈ പട്ടുനൂല് ജനാലയിൽ കൂടെ വെളിയിലിടും. എന്നിട്ട് നാടി മിടിക്കുന്നതനുസരിച്ച് ഈ നൂല് ചലിക്കും. അത് കണ്ട് രോഗം എന്താന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്ന വൈദ്യന്മാരിവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആയുർവേദം, അതിന്റെ മഹത്വം പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, ഞാൻ ചുരുക്കുകയാണ്. ആയുർവേദത്തിലുണ്ട് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കലണ്ടർ പരമായ ഒരു മണ്ഡലമുണ്ടെങ്കിൽ ആയുർവേദത്തിലുമുണ്ടൊരു മണ്ഡലം. ഔഷധങ്ങൾ സേവിക്കുക, അതിന്റെ പഥ്യം നോക്കുക, ഇതെല്ലാം കൂടെ ചേർന്ന് 41 ദിവസമാണ്. അപ്പൊ കലണ്ടർ പ്രകാരം 40 ദിവസം മണ്ഡലം, ആയുർവേദ പ്രകാരം മണ്ഡലം 41 ദിവസം. ഈ മണ്ഡലം ചിരപുരാതനമാണ് ഭാരതത്തിൽ. അത് നമ്മൾ ശബരിമല പോകാൻ തുടങ്ങി ആളുകൾ വന്നപ്പോൾ ആ വ്രതം 41 ദിവസമായി മണ്ഡല വ്രതം നമുക്ക് കൽപ്പിച്ചു തന്നു. 41 ദിവസത്തിന്റെ പ്രയോജനം എന്താണെന്നറിയാം? പിന്നെ മനഃശാസ്ത്രമൊക്കെ പഠിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഡി അഡിക്ഷൻ നടത്തും, പുകവലി മാറ്റാൻ, മദ്യപാനശീലം മാറ്റാൻ. ഡി അഡിക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവരെ 41 ദിവസം ശ്രദ്ധിച്ച് പരിചരിക്കും. 41 ദിവസം കഴിയുമ്പോൾ അവൻ ആ ഹാബിറ്റിൽ നിന്ന് മാറിയിരിക്കും. ഇത് കണ്ടുപിടിച്ച മുനിമാരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ ശിരസ്കരാകണ്ടേ? 41 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്ത ഹാബിറ്റ് ഇല്ല. 40 ദിവസത്തെ മണ്ഡലകാല വ്രതം മനസ്സ്, വാക്ക്, ശരീരം, ഏകാദശ ഇന്ദ്രിയങ്ങളും, നമ്മുടെ ദർശനങ്ങളിൽ പറയുന്ന ഏകാദശ ഇന്ദ്രിയങ്ങൾ, ചക്ഷുസ്, ശ്രോത്രം, നാസിക, നാക്ക്, ത്വക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളും, വാക്, പാണി, പാദം, വായു, ഉപസ്ഥം എന്ന കർമ്മേന്ദ്രിയവും, മനസ്സാകുന്ന വിഭുത്വം, അത് ഏകത്വം, ദൗഗുണവും മനസ്സാസ്മൃത വേദാന്തമാണ്. ഇപ്പൊ വേദാന്തം പറഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പം വിഷമിച്ചു. കാരണം ഇനിയിപ്പോ നമുക്ക് ഓട്ടംതുള്ളി നടക്കണം, കഞ്ഞി കുടിക്കണം, പോകണം, അല്ലേ? അപ്പൊ വേദാന്തം ഞാൻ ഇപ്പൊ പറയാൻ നിൽക്കുന്നില്ല, ഇനി ഒരു അവസരത്തിലുണ്ട് പറയാം. അങ്ങനെ ഏകാദശ ഇന്ദ്രിയങ്ങൾക്കും മനസ്സുൾപ്പെടെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എല്ലാത്തിനും പരിശുദ്ധി നൽകാൻ വേണ്ടിയാണ് മണ്ഡലവ്രതം 41 ദിവസമാക്കി വെച്ചത്. ഇപ്പൊ അത് എത്ര ആചരിക്കുന്നുണ്ടെന്നും എന്നോട് ചോദിക്കരുത്. പമ്പേ ചെന്ന് മാലയിടുക, എന്നിട്ട് മേലോട്ട് കയറി പോവുക, തിരിച്ചു വരുന്ന വഴി ഊരിയേച്ചു പോരുക. 41 ദിവസമില്ല, 41 മണിക്കൂർ പോലും ഇല്ല. 40 ദിവസം മണ്ഡലം. മണ്ഡലം കഴിഞ്ഞ് ചെറപ്പെന്ന് പറയും. എന്താണ് ഈ ചെറപ്പ്? അത് ഞാൻ അവസാനം പറയാം. ഒരു സസ്പെൻസ് ഇരിക്കട്ടെ. ചെറപ്പ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു പോകത്തില്ലയോ? അപ്പൊ പറയും എന്ന് കേട്ടിരിക്കണം. റോഡിരിക്കുന്നവരെ ഞാൻ കയറി വരട്ടെ. ചെറപ്പ് ഞാൻ ലാസ്റ്റിലേ പറയും. അവസാനം വരെ കേൾക്കാതെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകത്തില്ല. ഞാൻ പണ്ടൊരു സ്കൂളിലെ അധ്യാപിക, അവർ സ്കൂളിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തൊക്കെ അവർ ഭയങ്കര നിഷേധിയായിരുന്നു. അവർക്ക് ഈശ്വര വിശ്വാസമില്ല. അങ്ങനത്തെ സംഘടനയിലൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഈശ്വര നിഷേധിയായിരുന്നു ടീച്ചറ്. പെൻഷനാകാറായപ്പോഴത്തേക്ക് ഒരു ആധ്യാത്മിക ചിന്ത അങ്ങോട്ട് കയറി. പലർക്കും അങ്ങനെയാണ്, വയസ്സാകുമ്പോഴാണ് ഈ ചിന്ത വരുന്നത്. ചിലതിന് വയസ്സായാലും വരത്തില്ലെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ 1000 കൊല്ലത്തിനപ്പുറം പറഞ്ഞു തന്നിട്ടുണ്ട്. വാർദ്ധക്യത്തിന്റെ മൂർധന്യത്തിൽ എത്തിയാലും ഈശ്വര വിചാരമില്ലാത്ത മനുഷ്യരാണ് അധികം. 90 വയസ്സുള്ള ആൾ ബാങ്കിൽ ചെന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ നേരം മാനേജർ ചോദിച്ചു ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ? വയസ്സ് 90 പിന്നെ ഫിക്സഡ് ഇടാൻ പോവാണ്. അയ്യോ, അതാണ്
ആചാര്യൻ പറഞ്ഞു അംഗം ഗലിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃത്തോയാദി ഗൃഹീത്വാദണ്ഡം തദവിനമുഞ്ചത്യാശാവിണ്ടം. എത്ര കൃത്യമാ, വളരെ വാർദ്ധക്യത്തിലെത്തി. അംഗം ഗലിതം, അവയവങ്ങളെല്ലാം ദുർബലമായി. കണ്ണും കാണാൻ വയ്യ, കാതും കേൾക്കാൻ വയ്യ, ദുർബലമായി. ഫലിതം മുണ്ടം, തലയിലെ മുടിയെല്ലാം കൊഴിഞ്ഞ് കഷണ്ടിയായി. ദശനവിഹീനം ജാതം തുണ്ടം, വായിലെ പല്ലെല്ലാം കൊഴിഞ്ഞ് വായൊരു ഗുഹ പോലായി. അത് ആചാര്യന്റെ കാലത്താണ്. ഇപ്പൊ ഗുഹയാവൂല, 32 സെറ്റായിട്ട് കിട്ടും, വാങ്ങിച്ചങ്ങ് വയ്ക്കാം. വെക്കുന്നതിന് കുഴപ്പമില്ല, സൂക്ഷിക്കണം. പണ്ടൊക്കെ നമ്മുടെ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയിരുന്ന അരകല്ലും ആട്ടുകല്ലൊക്കെ അരച്ചൊക്കെയാണ്. ഇപ്പൊ എല്ലാം പൊടി വെച്ചാണ്, എല്ലാത്തിനും പൊടിയായി. ഇഡ്ഡലിപ്പൊടി, ദോശപ്പൊടി, അപ്പപ്പൊടി, പുട്ടുപൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാം സൗകര്യമായിപ്പോയി. ഇതുവരെ ഉള്ളിപ്പൊടി ഇറങ്ങിയില്ല, ഇനി അതും ഇറങ്ങുമായിരിക്കും. പൊടി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാലും റബ്ബറിന്റെ ചിരട്ടക്കറ ഇരിക്കുന്നതിരിക്കും അല്ലേ? സെറ്റ് വല്ലാണ്ട് വെച്ചിരിക്കുന്നെങ്കിൽ കടിച്ചു വരിക്കും 32 കൂടെ പുറത്തേക്ക് ഇറങ്ങി വരും, പിന്നെ തള്ളി കയറ്റി വെക്കേണ്ടി വരും. നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ഇറങ്ങിയ കാലം. സൂപ്പർ ഫാസ്റ്റ് എന്തൊരു പേരാ? ഫാസ്റ്റ് പാസഞ്ചർ എന്ന് പറയാൻ തന്നെ വേഗതയുള്ള വണ്ടി. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയാൻ വേഗത. അതെന്തൊരു വേഗത! അത് ഇറങ്ങിയ കാലത്ത് ഞാൻ കോഴിക്കോട് നിന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇതിൽ വന്ന് കയറി. എൻ്റെ അടുത്തൊരു മധ്യവയസ്കൻ സൈഡ് സീറ്റിലിരുന്നു. ആയിടക്കെങ്ങാണ്ട് വെച്ച സെറ്റ് ബെല്ലാണ്. വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പം പുള്ളിക്കാരൻ ആഞ്ഞ് വെളിയിലോട്ട് തുപ്പി. 32 കൂടെ അങ്ങ് താഴെ പോയി. കണ്ടക്ടറോട് സാർ വണ്ടി നിർത്തിത്താ, എന്റെ പല്ലെല്ലാം പോയി, മിണ്ടാതിരിക്കണോ, ഇനി രാമനാട്ടുകരയെ നിർത്തത്തുള്ളൂ. കയറി വന്നപ്പോ 32 പല്ല് കൊണ്ട് ഇറങ്ങിപ്പോയപ്പോ മാപ്പം ഇറങ്ങിപ്പോയി. അതാണ് സൂക്ഷിക്കണം. ഈ സാധനം നല്ലതുപോലെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം. അപ്പൊ ഈ പറഞ്ഞ ദശനവിഹീനം ജാതം തുണ്ടം, വായിലെ പല്ലെല്ലാം കുടിച്ച് വായൊരു ഗുഹ പോലായി. ഒത്തിരി വാർദ്ധക്യത്തിൽ എത്തി. തദവിനമുഞ്ചത്യാശാവിണ്ടം. എന്നാലും ആഗ്രഹം മനുഷ്യൻ ഉപേക്ഷിക്കില്ല. പത്തനാപുരം താലൂക്ക് ആശുപത്രി തലൂരായിരുന്നു. അവിടെ ഞാൻ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത്, തലൂർ ആശുപത്രി ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് വടക്കൻ ജില്ലകളിൽ കണ്ണൂർ, കാസർഗോഡൊക്കെ പ്രഭാഷണത്തിന് ഒരാഴ്ച തിരികെ വന്നപ്പോ 103 വയസ്സുള്ള ഒരു അമ്മാവനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സാമി എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. 103 വയസ്സെന്ന് കൃത്യം ഞാൻ പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ റേഷൻ കാർഡ് നോക്കി സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ ലവി വാങ്ങിക്കണം എന്നൊക്കെ നിയമമുള്ള കാലമാണ്. റേഷൻ കാർഡ് നോക്കിയപ്പോ കൃത്യമായി അമ്മാവന് 103 വയസ്സ്. അമ്മാവന് ചുറ്റാ കുറെ ബന്ധുക്കൾ കൂടിയിരിക്കുന്നുണ്ട്. പട്ടാളത്തിലെടുക്കാനുള്ള ആള് ചുറ്റിലും കൂടി നിൽക്കുന്നുണ്ട്. അമ്മാവനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ, അതൊന്നും കൊണ്ടല്ല. കാറ്റ് പോയിട്ട് വേണം കാതി കിടക്കുന്ന കടുക്കൻ അടിച്ചെടുക്കാൻ, പെട്ടിയെടുത്തോണ്ട് പോകാൻ, ഓരോന്ന് അടിച്ചു മാറ്റാൻ നിൽക്കുക. ഞാൻ ചെന്ന് പരിശോധിക്കാനായിട്ട് ചെന്നു. എന്നെ കാണാനാ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ഇല്ലാത്തോണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുക. സ്റ്റെതസ്കോപ്പ് വെച്ച് നെഞ്ചത്ത് വെച്ച് പരിശോധിച്ച് നോക്കി. അപ്പൊ കണ്ണും കാണാൻ വയ്യ, കാതും കേൾക്കാൻ വയ്യ. ഈ സ്റ്റെതസ്കോപ്പിന്റെ തണുപ്പടിച്ചപ്പോ അമ്മാവന് മനസ്സിലായി പരിശോധിക്കാമെന്ന്. അവിടെ കിടന്നുകൊണ്ട് അതേ ഒരു ഡാക്ടറെ ഞാൻ വിളി കേട്ടു. ഞാൻ വിളി കേട്ടത് പുള്ളിക്കാരൻ കേട്ടില്ല, കാത് പുറകോട്ടാ. അപ്പൊ ദേഷ്യപ്പെട്ട് വിളി, ഡാക്ടറെ. ഞാൻ പറഞ്ഞു രക്ഷ കിട്ടുവോ? 103 വയസ്സുണ്ട്, ഇനിയും രക്ഷ കിട്ടുമോ? ഇനിയും രക്ഷ കിട്ടുമോ? അതാണ് ആചാര്യമ. നശ്വരമായ ജീവിതത്തെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് അധികം മനുഷ്യരും. ശങ്കരാചാര്യർക്ക് എഴുതാം, കാരണം അദ്ദേഹം തുരീയ ഭാവത്തിലെത്തിയ ആളാണ്. അദ്ദേഹത്തിന് ശിരസ്സെടുക്കാൻ വേണ്ടി അങ്കുലിമാലം വന്നപ്പോ എന്താ പറഞ്ഞത്? ശിഷ്യരിൽ ആരും ചാരത്തില്ലാത്ത തക്കം നോക്കി ശിക്ഷിതാത്മാവെ കൊണ്ടുപോയിക്കൊള്ളുക, ഇഷ്ടം പോലെ. തലയെടുക്കാൻ വന്നിരിക്കുന്ന കക്ഷിയോടാ പറയുന്നത് ശങ്കരാചാര്യ. 33 വയസ്സേ ഉള്ളൂ, വാർദ്ധക്യമൊന്നും ആയില്ല. ഈ ശ്ലോകം എഴുതിയ മഹാന്റെ കഥ പറയുക. 33 വയസ്സേ ഉള്ളൂ. ഏകാന്ത ധ്യാനത്തിലിരിക്കുമ്പോ മുന്നിലൊരു ശബ്ദം. കണ്ണു തുറന്ന് നോക്കുമ്പോ നിൽക്കുന്നടാ ഒരു രൂപം. വള്ളത്തോട് വർണ്ണിച്ചിട്ടുണ്ട്. ചെമ്പരത്തി പൂതോറ്റ കണ്ണുകളും ചിന്തിച്ച മീശപ്പുല്ല് വളർന്ന വദനവും പാമ്പുകൾക്കൊപ്പം ഞാൻ ചെഞ്ചിടപ്പിരികളും ചാമ്പലം പാടും വാരി പൂശിയാവരൾമയും പാൽ വലം കയ്യിലൊരു തീപാറും തൃശൂലവും നിണം വാലും പുലിത്തോലും. അപ്പോഴെങ്ങാണ്ട് പുലിയെ കൊന്നിട്ട് അതിന്റെ തോലെടുത്ത് തിരികെ ചോര ഇട്ട് വീഴുന്നുണ്ട്. ചെമ്പരത്തി പോലെ ചുമന്ന് കിടക്കുക അയാളുടെ കണ്ണ്. ജഡയും മുട്ടിയെല്ലാം ഉണ്ട്, കയ്യിലൊരു ശൂലവുമുണ്ട്. ഇങ്ങനൊരു കോലം മുമ്പിൽ വന്നു നിന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ നമ്മൾക്ക് പിന്നെ വാ പോലും തുറക്കാൻ പറ്റത്തില്ല, അതിന് ഇടവോ അടിയായി പോകും.
ആ മനുഷ്യനെ ശങ്കരാചാര്യൻ വിളിച്ചെന്താന്നറിയാമോ? സഹോദര, എന്തു വേണമെന്ന്. അതാണ് ആചാര്യൻ. അവര് ശരീരത്തെ അല്ല ആത്മാവിനെയാണ് സൂക്ഷിച്ചതും പറയുന്നത്. ആചാര്യൻ അതാ തുരീയ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞ പിന്നെ മരണത്തെ പറ്റി വലിയ പേടിയൊന്നും വരേണ്ട കാര്യമില്ല. കാരണം യാത്രയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. പിന്നെന്ത് വേണം? അതില്ലാത്തവർക്കാണ് പോണോ വേണ്ടായോ എന്നും പറഞ്ഞ് ഈ പേടി വരുന്നത്. സഹോദര, എന്ത് വേണം? അപ്പോഴാണ് അയാൾ പറഞ്ഞത് 99 പേരെ ശിരസ്സെടുത്തു. ആ കൊന്നവരുടെ എല്ലാം കൊലപ്പെടുത്തിയവരെല്ലാം തള്ളമല മുറിച്ച് മാലയായിട്ട് തൂക്കി. അത് അങ്കുലീമാലൻ. ഇത്രയും പേർ 99 തള്ളവരലുകൾ മാലയായി കൊരുത്ത് കഴുത്തേറ്റിരിക്കുകയാണ്. പറഞ്ഞ് 100ാമത് ഒരാളെ കൂടെ നിഗ്രഹിക്കണം, എങ്കിലേ എനിക്ക് ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ പറ്റൂ. 100ാമത് ഞാൻ തലയെടുക്കാമെന്ന് അങ്ങയുടെ തലയാ. അപ്പോഴാണ് കൂളായിട്ട് ശങ്കരാചാര്യർ പറഞ്ഞത്, ശിഷ്യരിൽ ആരും ചാരത്തില്ലാത്തത് അക്കം നോക്കി. ശിഷ്യരുള്ളപ്പം വരരുത്, അവർ പെസകാണ്. അവരില്ലാത്തപ്പം അമ്മേ നിന്റെ ഇഷ്ടം പോലെ ഈ തലയെടുത്തോണ്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്. കാരണം അവർക്ക് ഭയമില്ല, തുരീയ ഭാവത്തിലെത്തി. അല്ലാത്തവർക്കാണ് ലോകത്ത് വിട്ടുപോകാൻ ഭയപ്പാടോട് ഇവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഏതെല്ലാം കിട്ടിയാലും അവസാന കാലം വരെ ആർത്തി 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 ആർത്തി. ഇത്രയും ദാരിദ്ര്യം ആർത്തിയുള്ള ഒരു സമുദായം മലയാളിയെ പോലെ ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. നമ്മുടെ ചെമ്പഴന്തി ഈ കൂടെ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തേക്ക് പോകുന്നൊരു വഴിയുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിലെ ക്ലാസ് എടുത്തിട്ട്, പോലീസ് ട്രെയിനിങ് കോളേജ് ഞാൻ ക്ലാസ് എടുക്കാൻ, സ്ട്രെസ് മാനേജ്മെന്റ്, ബിഹേവിയർ തെറാപ്പി, പോലീസ് ശ്രീകുമാറിനൊക്കെ അറിയാം, പോലീസ് ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കാൻ പോകും. അങ്ങനെ അവിടെ ക്ലാസ് എടുത്ത് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് 2 മണിക്ക് പോത്തൻകോട് അടുത്ത പരിപാടിക്ക് വരിക. അപ്പൊ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ശ്രീകാര്യത്തിൽ ചെമ്പഴന്തി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. റോഡ് ഒന്ന് വൈഡൻ ചെയ്തു. വൈഡൻ ചെയ്തപ്പോൾ ഒരു തെങ്ങ് റോഡിന്റെ നടുവിലായി. ഈ തെങ്ങ് മുറിച്ചു മാറ്റാം. കുറേ വർഷത്തിന് മുമ്പാണ്. അന്ന് ഇന്നത്തെ പോലെ ക്രെയിനോ ഇത് കട്ടിംഗ് മെഷീനൊന്നും കണ്ടിട്ടില്ല. എവിടുന്നോ ഈ മിഷനെല്ലാം കൊണ്ടുവന്ന് നടു റോഡിരിക്കുന്ന തെങ്ങ് മുറിക്കുക. 2 സൈഡിൽ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക. വണ്ടിയെല്ലാം ഇങ്ങനെ കിടക്കാണ്. ഓടി കാറ്, ലാൻസർ, അന്നത്തെ ലേറ്റസ്റ്റ് വണ്ടി ലാൻസർ തുടങ്ങിയ വണ്ടികളെല്ലാം ഇങ്ങനെ കിടക്കാണ്. ഇന്നോവ വണ്ടികളെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുക. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഞാനിന്ന് ആകാശം മുട്ട നിൽക്കുന്ന തെങ്ങിന്റെ മണ്ടേത് ഇങ്ങനെ മുറിച്ച് തൂക്കി ഇറക്കുന്നതൊക്കെ കാണാൻ നല്ല സ്റ്റൈലല്ലേ. ഇറങ്ങി കണ്ടോണ്ട് നിന്നു. എന്റെ ദൈവമേ, ഈ തെങ്ങിന്റെ മണ്ട താഴോട്ട് വീണതും ഈ ഓടിക്കാറി വന്നവന്, ഇന്നോവായി വന്നവന്, ലാൻസറിൽ വന്നവന് എല്ലാം കൂടെ തെങ്ങിന്റെ മണ്ടയുടെ അവിടെ കിടന്ന് ഭയങ്കര ഇടിയും വരികയും. എന്താ കാര്യം? വെള്ളക്കായും കരിക്കും തേങ്ങായും അടത്തിയെടുക്കാൻ. ഞാൻ വിചാരിച്ചു മലയാളുടെ നക്കിത്തരം ഒരിക്കലും മാറത്തില്ലല്ലോ. ഓടിക്കാറിലൊക്കെ വന്നവനാ ഇതേ കിടന്ന് പിടിക്കുന്നത്. അവന്റെ ആ ദാരിദ്ര്യം അവസാനിക്കത്തില്ല. എന്ത് കിട്ടിയാലും മതിയാകാത്തൊരു സ്വഭാവം. അപ്പൊ വാർദ്ധക്യത്തിലായാൽ പോലും ആത്മീയ ചിന്തയില്ല. ചിലർക്ക് വാർദ്ധക്യമാകുമ്പോഴാണ് ചിന്ത വരുന്നത്. കാട് കയറരുത്. നേരത്തെ പറഞ്ഞ അധ്യാപികയ്ക്ക് പെൻഷൻ ആയപ്പോഴാണ് ആത്മീയ ചിന്ത വന്നത്. അവരങ്ങനെ അമ്പലങ്ങളിലെല്ലാം പോകാൻ തുടങ്ങി. വൈകുന്നേരം നാമജപം, ആഹക്കൂടെ ഒരു ബഹളം. വീട്ടിൽ ആഹക്കൂടെ നിലവിളക്ക് കത്തിച്ചു വെക്കുന്നു, കർപ്പൂരം കത്തിക്കുന്നു. അയ്യോ, ആരാധനയോട് ആരാധന. ഭർത്താവ് ബുദ്ധിമുട്ടി. കാരണം ടീച്ചറോട് വർത്താനം പറയാൻ പോലും കിട്ടത്തില്ല. ടീച്ചർ അന്ന് തിരക്കാണ്, ഭക്തിയിലാണ്. ആ ഇടയ്ക്ക് ടീച്ചർ നാട്ടൊരു സപ്താഹം വന്നു. ടീച്ചർ സപ്താഹം കേൾക്കാൻ പോയിട്ട് അങ്ങ് കേട്ട് ഏതാണ്ട് പകുതി ആയപ്പോഴത്തേക്ക് മുതൽ ടീച്ചർ സ്വഭാവത്തിൽ വലിയ മാറ്റം. നേരത്തെ നന്നായി കിടന്നുറങ്ങിയിരുന്ന ടീച്ചർ രാത്രി 2 മണിക്ക് എഴുന്നേക്കും. പാതിരാത്രി 2 മണിക്ക് എഴുന്നേറ്റാൽ ഉടനെ കറി വെക്കും. ചോറല്ലേ ആദ്യം വെക്കേണ്ടത്? അല്ല, ടീച്ചർ ആദ്യമേ കറി ഉണ്ടാക്കും. കറി എന്ത് കഴിക്കാൻ ഉടനെ ചോറുണ്ടാക്കും. ഇതിങ്ങനെ നിരന്തരമായി ടീച്ചർക്ക് ഉറക്കമില്ലാതായി. 10 മണി 11 മണി വരെ ഇരുന്നിട്ട് 11 മണിക്ക് കിടന്ന് 2 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങി. ഉറക്കം ബാലൻസ് ചെയ്തില്ലെങ്കിൽ ആകെ തെറ്റിപ്പോകും കേട്ടോ. കേരളത്തിൽ ജീവിതശൈലി രോഗം, ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇങ്ങനെ പറയുന്നല്ലോ. എന്തൊക്കെ ശൈലിയാ മാറിയത്? ആകെ 3 ശൈലിയെ മാറിയിട്ടുള്ളൂ. 1 ഭക്ഷണ ശൈലി മാറി, 2 വ്യായാമ ശൈലി മാറി, 3 ഉറക്ക ശൈലി മാറി. 3 ശൈലിയെ മാറിയുള്ളൂ മലയാളിന്. 30,000 രോഗങ്ങളും വന്നു. അതിൽ പ്രധാനമാണ് ഉറക്കം. ഉറക്കം നഷ്ടപ്പെടുത്തേക്ക് ടീച്ചറിന്റെ പ്രഷറും കൂടി, ഷുഗറും കൂടി. പ്രഷർ ഷുഗർ എന്നൊക്കെ ഒരു ഡോക്ടർക്ക് പറയാൻ പാടില്ല. ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസ് എന്നൊക്കെ പറയാവും, കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രഷറും ഷുഗറും എല്ലാം കൂടി ടീച്ചർ സീരിയസ് ആയി ICU യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തു. വാദ്യാര ഭർത്താവിന് ജോലിയായി, കാവലിരിപ്പ്. ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ ടീച്ചറോട് ചോദിച്ചു, നീ എന്തിനാ ഈ ഉറക്കം പിടിച്ച് വെളുപ്പാങ്കാലത്ത് എഴുതി കറിയൊക്കെ ഉണ്ടാക്കി ബഹളമെല്ലാം ഉണ്ടാക്കി, അതുകൊണ്ട് ഉറക്കം പോയതുകൊണ്ടല്ലേ നിനക്ക് രോഗമെല്ലാം വന്നത്, എന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യോ യജ്ഞാചാര്യം പറഞ്ഞതാണ്, അതനുസരിച്ച് ചെയ്താ.
ടീച്ചറെ ഭർത്താവ് ഉടനെ അടുത്ത വണ്ടി എടുത്ത് യജ്ഞാചാര്യന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് എന്തിനാ വേണ്ടാധീനം പറഞ്ഞു കൊടുത്ത് എന്റെ ഭാര്യയെ നശിപ്പിച്ചു കളഞ്ഞല്ലോ, അവർ ആരോഗ്യമെല്ലാം പോയല്ലോ. കാര്യം ചോദിച്ചു വന്നു. അതിന് ആചാര്യൻ പറഞ്ഞു, അതെ ടീച്ചറുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമല്ല. ടീച്ചർ ഇങ്ങനെ സപ്താഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആചാര്യൻ ഇങ്ങനെ എന്തോ പറഞ്ഞു വന്നിട്ട് ജീവിത ശൈലികളും ശൈലികളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, വെളുക്കും മുമ്പ് അരി വെക്കണം, അരി വെക്കും മുമ്പ് കറി വെക്കണം. അപ്പൊ ദീപാരാധനയ്ക്ക് അമ്പലത്തിൽ മണിയടിച്ചു. ആചാര്യൻ പറഞ്ഞു, ബാക്കി ക്ഷേത്രത്തിലെ ദീപാരാധന കഴിഞ്ഞിട്ട് പറയാം. ടീച്ചർ സ്ഥിരം സീരിയൽ കണ്ടുകൊണ്ടിരുന്ന കക്ഷിയാണ്. ഇടയ്ക്ക് ഇങ്ങോട്ട് മാറിയെങ്കിലും സീരിയൽ മനസ്സിൽ കിടക്കുമായിരുന്നു. ഇത്രയും കേട്ട് ടീച്ചർ അങ്ങ് വീട്ടിൽ പോയി. യജ്ഞാചാര്യൻ ബാക്കി വിശദീകരിക്കുന്നത് ഇവര് കേട്ടില്ല. എന്താ പറയുക, വെളുക്കും മുമ്പ് അരി വെക്കണം, നേരം വെളുക്കുന്നതിന് മുമ്പ് ചോറ് വെക്കണം, അരി വെക്കും മുമ്പേ കറി വെക്കണം. ഒയ്യോ, മോക്ഷമാർഗമല്ലയോ, അരി വെക്കുന്നതിന് മുമ്പേ കറി വെക്കണം. അതുകൊണ്ടാണ് ആദ്യം 2 മണിക്ക് എഴുന്നേറ്റ് കറി വയ്ക്കും. കറിയെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ചോറുണ്ടാക്കും. അപ്പോഴത്തേക്ക് നേരം വെളുക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇത് രണ്ടും ചെയ്തിരിക്കും ടീച്ചർ. യജ്ഞാചാര്യം പറഞ്ഞ ബാക്കി അവര് കേട്ടില്ല. ദീപാരാധന കഴിഞ്ഞാണ് വിശദീകരണം പറഞ്ഞു കൊടുത്തത്. വെളുക്കും മുമ്പ് അരി വെക്കണമെന്ന് പറഞ്ഞാൽ നെല്ല് പുഴുങ്ങി കുത്തി അരിയാക്കും. അത് മില്ലിൽ കൊടുത്തായാലും ഉരലിട്ടായാലും ഇടിച്ചു കുത്തുന്ന സമയത്ത് അരി കംപ്ലീറ്റ് വെളുക്കാൻ അനുവദിക്കരുത്. തവിടിന്റെ അംശമുണ്ടാകണം, എങ്കിലേ ഗുണം വരൂ. അതാണ് വെളുക്കും മുമ്പ് അരി വെക്കണമെന്ന് പറഞ്ഞത്. അരി വെക്കും മുമ്പേ കറി വെക്കണമെന്ന് പറഞ്ഞതിന്റെ സാരം, പയറ്, വെണ്ടയ്ക്ക, പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികളുടെ ഉള്ളിൽ അരി വെക്കുന്നതിന് മുമ്പ് അത് കറി വെക്കണം. പയറിൽ അരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കറി വെക്കാൻ കൊള്ളാവോ? യജ്ഞാചാര്യന്റെ വിശദീകരണം കേട്ടില്ല. ഒരു തല കേട്ടേച്ച് വീട്ടിൽ പോയച്ച് ടീച്ചർ വിചാരിച്ചു നേരം വെളുക്കുന്നതിന് മുമ്പ് ചോറ് വെക്കണം, ചോറ് വെക്കുന്നതിന് മുമ്പേ കറി വെക്കണം. അതാണ് വെളുക്കും മുമ്പ് അരി വെക്കണം, അരി വെക്കും മുമ്പ് കറി വെക്കണം എന്ന് പകുതി കെട്ടിച്ച് പോയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ ആരെങ്കിലും അങ്ങനെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ചെറപ്പെന്താന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ അവസാനമേ ചെറപ്പെന്ന് പറയത്തുള്ളൂ. ചെറപ്പ് കേട്ടിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം ചെറപ്പെന്താണെന്ന് പറയാം. അവ മണ്ഡല കാലഘട്ടത്തിൽ മനുഷ്യരുണ്ടാക്കേണ്ടുന്ന പരിവർത്തനത്തിന്റെ സാഹചര്യമാണ് ഈ 41 ദിവസം. അയ്യപ്പ ചരിതവും അതിന്റെ കഥകളും അതിന്റെ സാരാംശങ്ങളും മനസ്സിലാക്കി തരാനോ സ്വാംശീകരിക്കാനോ വളരെ 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 പ്രയാസമാണ്. അതിന്റെ ചില ആസ്പെക്റ്റുകൾ മാത്രം ഞാൻ പെട്ടെന്ന് പറയാം. ഓട്ടംതുള്ളൽ കലാകാരൻ വന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉദിക്കാമലയിലെ പരിപാടിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പോഴീ അയ്യപ്പ സത്രമായാലും ശരി, ഉത്സവമായാലും ശരി, വൈകുന്നേരം വേദിയിൽ നടക്കുന്നത് ഗാനമേളയല്ല, ഗാനബഹളം അല്ലെ? ഗാനബഹളം, പിന്നെ ഡിസ്കോ ഡാൻസ്, മിമിക്രി, താളമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഉദിക്കാമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ എന്താണ് അയ്യപ്പ സത്രത്തോടനുബന്ധിച്ച് അനുഷ്ഠാന കലകളാണ് വെച്ചിരിക്കുന്നത്. ഓട്ടംതുള്ളലും ചാക്യാർകൂത്തും സംഗീതവും. അതിന് ഞാൻ പ്രത്യേകമായി എന്റെ ഭാരവാഹികളെ പ്രത്യേകം 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 അഭിനന്ദിക്കുന്നു. അഭിനന്ദിച്ചാൽ കൈയടിക്കാത്ത ഒരു നാടേ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഇത് അന്യം നിന്ന് പോവല്ലേ, ഇത് തിരിച്ചു പിടിക്കണ്ടേ? ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ പോകും. ഇനിയിപ്പോ മാർച്ച് 13 കണ്ട് വീണ്ടും ഞാൻ പോകുന്നുണ്ട്. ജർമ്മനി പോകുന്നുണ്ട്, ഇംഗ്ലണ്ട്, അമേരിക്ക, എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് ഐ ആം ഫ്രം കേരള എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ വിവരമുള്ള ആൾക്കാർ, സാധാരണക്കാരല്ല, വിവരമുള്ള ആൾക്കാർ ചോദിക്കും വാട്ട് യു നോ അബൌട്ട് കാദാഗാലി. മനസ്സിലായോ? വാട്ട് യു നോ അബൌട്ട് കാദാഗാലി, വാട്ട് യു നോ അബൌട്ട് ശങ്കരാചാര്യ. കഥകളി എന്താണെന്നും ശങ്കരാചാര്യർ ആരാണെന്നുമാണ് ഇപ്പോഴും എന്നോട് പാശ്ചാത്യർ ചോദിക്കുന്നത്. കേരളത്തെ കുറിച്ച് അവർക്കറിയാവുന്ന ബൗദ്ധികമായി ഉയർന്നു നിൽക്കുക, അല്ലാതെ സാധാരണ സായിപ്പന്മാർക്കും മതാമ്മമാർക്കും അറിയാവുന്ന ആലപ്പുഴയും കോവളവുമാണ്. അവിടെ വന്ന തുണിയില്ലാതെ കടപ്പുറത്തിരിക്കാമല്ലോ. അത് രണ്ടും അവർക്കറിയാവുന്നത്. ബൗദ്ധികമായി ഉയർന്നു നിൽക്കുന്നവർ ചോദിക്കുന്നത് കഥകളിയെ പറ്റിയും ശങ്കരാചാര്യരെ പറ്റിയാണ്. ഇത് രണ്ടിനെ പറ്റി മലയാളിക്ക് എന്തറിയാം? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പ്രസംഗം ദാസേട്ടന്റെ കച്ചേരി എന്റെ പ്രസംഗത്തിന് ശേഷം മണ്ണിട്ടാ താഴാത്ത ജനക്കൂട്ടം അവിടെ വേദി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു കഥകളി ഉണ്ടായത് എവിടാന്ന് കാണിച്ചു തരാമെന്ന്. ഒരെണ്ണത്തിനും അറിയത്തില്ലായിരുന്നുള്ള സത്യം.
ആ ഗണപതി കോവിലിന്റെ മതിലിന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന കൊട്ടാരക്കര ഒരു ഉപരാജ്യമായിരുന്നു. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളി ഉണ്ടാക്കുക. അവിടെ നോക്കിയാൽ കാണുന്ന കെട്ടിടമാണ്. ഞാൻ പറഞ്ഞ അവസാനം പറയുന്നത് അവിടെയാണ് കഥകളി ഉണ്ടായത്. നമുക്ക് വേണമില്ല. അനുഷ്ഠാന കലകൾ പലതും നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നശിച്ചിട്ടില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ബോധപൂർവം. പഴമയിലേക്ക് കൊണ്ടുപോകാതെ ഈ പുതിയ തലമുറയെ നന്നാക്കാൻ പറ്റുമോ? സാങ്കേതികമായി നമ്മൾ ഒരുപാട് ഉയർന്നു. അയ്യോ, ചൊവ്വയിലും പോയി, മംഗളിയാൻ പോയി, ചന്ദ്രനിലും ചൊവ്വയിലും എല്ലാം ആദിത്യ സൂര്യന്റെ ഏതാണ്ട് ഉദ്ദേശിച്ച പരിധിയിലെത്തിയിരിക്കുന്നു. നിമിഷ നേരം കൊണ്ട് നമുക്ക് ലോകത്തെവിടെയും സംസാരിക്കാം. പണ്ടൊക്കെ ട്രങ്ക് ബുക്ക് ചെയ്യണം, ലൈറ്റിംഗ് കാൾ ബുക്ക് ചെയ്യണം, കാത്തിരിക്കണം. ഇപ്പൊ ഒന്നും വേണ്ട, വിരലങ്ങ് തൊട്ടാൽ അമേരിക്കയിൽ സംസാരിക്കാം, ഇംഗ്ലണ്ടിൽ സംസാരിക്കാം. ആദ്യമൊക്കെ ജപ്പാനിൽ മനുഷ്യന്റെ ചിത്രം കണ്ട് സംസാരിക്കുന്ന ഫോൺ ഇറങ്ങി അല്ലേ? സാങ്കേതികമായി ഉയർന്നു, പക്ഷേ സാംസ്കാരികമായി തകർന്നു. അതിന്റെ കാരണം എന്താ? ഒരു തലമുറ, ഒരു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ തലമുറയെ നയിച്ചത് ദർശനങ്ങളാണ്. പുതിയ തലമുറയെ നയിക്കുന്നത് ദൃശ്യങ്ങളാണ്. അതിന്റെ വ്യത്യാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. അതിന്റെ വ്യത്യാസമാണ്. ആ ദർശനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആധ്യാത്മിക ചിന്തയല്ലാതെ മറ്റൊന്നും അതിനകത്ത് ഇല്ല. സോ അയ്യപ്പ ചരിത്രത്തിലെ ഒരു ചില ആസ്പെക്റ്റുകൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതുകൊണ്ട് അനുഷ്ഠാന കലകൾ ഇവിടെ വീണ്ടും ഓരോ പരിപാടിക്കും അവതരിപ്പിക്കാൻ കഴിയുന്നത് വലിയ സന്തോഷം. ഓട്ടംതുള്ളൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കലാകാരനുമായിട്ട് സംസാരിക്കായിരുന്നു. കിരാതമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവരും കണ്ടിട്ടല്ലാതെ ആരും പോകില്ല. ഒത്തിരി കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട്. സോ ഒന്നാമത്തെ വിഷയം ശബരിമല സന്നിധാനത്തിലേക്ക് പോകുമ്പോ വ്രതമെടുത്ത് തിരുമുടി കെട്ടും കെട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പേര് മാറി. സന്നിധാനത്തിലേക്ക് പോകുന്ന ഭക്തന്മാരെ, പമ്പ കടന്നു പോകുന്ന ഭക്തന്മാരെ എന്തു വിളിക്കും? പുരുഷന്മാരെ എന്തു വിളിക്കും? അയ്യപ്പൻ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി എന്തു വിളിക്കും? പറ, ഉദിക്കാമലക്കാർ പറ. അയ്യപ്പൻ. ദേവനും ഭക്തനും ഒരേ പേരുള്ള സൂര്യന്റെ ഏക സന്നിധാനം അത് ശബരിമല മാത്രമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നവരെ ആരെങ്കിലും ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമോ? പളനി പോകുന്നവരെ ആരെങ്കിലും മുരുകാന്ന് വിളിക്കുമോ? അങ്ങ് മണ്ടക്കാട് പോകുന്ന സഹോദരിമാരെ ആരെങ്കിലും മണ്ടക്കാട്ടമ്മ എന്ന് വിളിക്കുമോ? ഇല്ല. ചക്കുളത്ത് പൊങ്കാലയിടാൻ പോകുന്നവരെ ചക്കുളത്തമ്മ എന്ന് വിളിക്കുമോ? ഇല്ല. ശബരിമലയിൽ പോകുന്നവരെ മാത്രം പുരുഷന്മാരെയും അയ്യപ്പ എന്ന് വിളിക്കും, ദേവനെയും അയ്യപ്പ എന്ന് വിളിക്കും. ഇന്ന് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്, പ്രിയപ്പെട്ട ദാസേടന്റെ ജന്മദിനമാണ്. 85ാമത്തെ ജന്മദിനം. 84 വയസ്സ് പൂർത്തിയായി. ദാസേടൻ സഹോദരങ്ങളൊക്കെ വലിയ ബന്ധമാണ്. ഇന്നലെ രാത്രിയും വിളിച്ച് ഏറെ നേരം സംസാരിച്ചിരുന്നു. ഇനി ദാസേടൻ ഞാൻ പറയുന്നില്ല, പോട്ടെ. എല്ലാ ജനുവരി ഇന്ന് ദാസേടൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ പ്രസംഗിക്കാൻ എത്തൂല. കാരണം ജനുവരി 10 ഞങ്ങൾ മൂകാംബിക പോകും. 2-3 കൊല്ലം ദാസേടൻ ഇല്ല. സെലിബ്രിറ്റിയാണ് വല്ലതും പറഞ്ഞ വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും പറയുന്നില്ല, പോട്ടെ. MM മണിക്ക് പറ്റിയതുപോലെ ആയി പോകും. അങ്ങനെ എൻ്റെ ഇനിഷ്യലൊന്നാണ്. തൊടുപുഴ നമ്മുടെ SNDP-കാരെ ചതയ ദിനത്തിന്റെ യൂണിയന്റെ പരിപാടിയായിരുന്നു. തൊടുപുഴയിലെ യൂണിയന്റെ പരിപാടി, ജാഥയെല്ലാം കഴിഞ്ഞ് അവിടുത്തെ MLA ആണ് MM മണി. അപ്പൊ ഞാൻ അദ്ദേഹം ഉദ്ഘാടനം എനിക്ക് മുഖ്യ പ്രഭാഷണമായിട്ട് വെച്ചു. MM മണി എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്റെയും ഇദ്ദേഹത്തിന്റെയും ഇനീഷ്യൽ ഒന്നാണ്. അദ്ദേഹം പഠിപ്പും വിവരമുള്ള മനുഷ്യനാണ്. എനിക്കിത് രണ്ടുമില്ല. ആളുകളെല്ലാം കൂടെ കൈയടിച്ചു. അല്ലേ? അങ്ങനെ പറ്റി പറഞ്ഞപ്പോ 1, 2, 3 എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാനൊന്നും പറയുന്നില്ല. ദാസേട്ടൻ ആരോഗ്യത്തോടെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലേ? ദാസേട്ടന് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് മിക്കവാറും നാട്ടിൽ ശബരിമല സീസണിൽ ദാസേട്ടനായി ശബരിമല മലയ്ക്ക് പോകും. മലയ്ക്ക് പോയാൽ വാല് പോലെ ഞാനും കൂടെ പോകും. അങ്ങനെ പോയാൽ എളുപ്പമുണ്ട്. കാരണം തിരക്കിനകത്തും പെടാതെ ദാസേട്ടൻ്റെ കൂടെ അങ്ങ് പോയി രക്ഷപ്പെടാം. അങ്ങനെ പോകും.
അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ദാസേട്ടൻ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. സഹോദരങ്ങളെക്കാൾ വലിയ ബന്ധമാണ് ഞങ്ങൾ, വലിയ റിലേഷനാണ്. അതിന്റെ കാര്യമൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഞാൻ വലിയ ആളാന്ന് പറയാനല്ല, മറിച്ച് ദാസേട്ടൻ എന്നെ പലപ്പോഴും വിളിക്കും ഡോക്ടറെ എന്ന് വിളിക്കും, ചിലപ്പം മൗലവി എന്ന് വിളിക്കും, ചിലപ്പോൾ എടാന്ന് വിളിക്കും. അതാണ് എനിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടം. എപ്പോഴും അങ്ങനെ വിളിക്കത്തില്ല, എടാന്ന് വിളിക്കുന്ന ഇന്റിമസി കൂടും. ഞാൻ ദാസേട്ടാന്ന് വിളിക്കും, പണ്ട് മുതലേ വിളിക്കുന്നത് ദാസേട്ടാന്ന് തന്നെ. അപ്പൊ ദാസേട്ടൻ ഒരു കണ്ടീഷൻ ഉണ്ട്, പമ്പ കടക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ ദാസേട്ടനും ഡോക്ടറും എല്ലാം. പമ്പ കടന്നാ പിന്നെ ദാസേട്ടാന്ന് എന്നെ വിളിക്കരുത്, അയ്യപ്പാന്നേ വിളിക്കാവൂ. ദാസേട്ടൻ തിരിച്ചും അങ്ങനെയാണ്. അയ്യപ്പാന്നോ സ്വാമി എന്നോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധനയില്ല. ഞാൻ എന്തിനത് പറഞ്ഞത്? ഏതൊരു വലിയ വിശ്വ പൗരനായാലും ആരായാലും, ഏത് കോടീശ്വരനായാലും, ഏത് ഭരണാധികാരിയായാലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും, ഏത് മന്ത്രിയായാലും, ആരായാലും അവിടെ ചെന്നാൽ ദേവനും അയ്യപ്പൻ, കടന്നു പോകുന്ന ഭക്തന്മാരും അയ്യപ്പൻ. എന്തൊരു മുക്തമായ സങ്കല്പവും സന്ദേശവുമാണ് തരുന്നത്. അതിന്റെ സാരമാണ് അവിടെ എഴുതി വെച്ചത്. തത് ത്വം അസി. വ്രതം നോക്കി മല ചവിട്ടി 18 പടിയും കടന്ന് മൂളി ചെല്ലുമ്പോൾ തത്വമസി, തത് ത്വം അസി. അത് നിന്നിലുണ്ടെന്ന് ബോധ്യം വരുത്തി തരാനാണ് ഭക്തരെ അയ്യപ്പ എന്ന് വിളിക്കുന്നത്, സ്വാമിയെ എന്ന് വിളിക്കുന്നത്. അതിന്റെ ആന്തരികമായ വശം നേരത്തെ പറഞ്ഞപ്പോ ഒന്ന് ഞാൻ വിട്ടുപോയി. ആ ചെറുപ്പക്കാരൻ ചോദിച്ചല്ലോ വിവാഹ സമയത്ത് കൈ കൊടുക്കുന്നതിനെ ചോദിച്ചപ്പം ബോക്സിങ്ങിന്റെ ഇത് തമാശയ്ക്ക് അവനോട് പറഞ്ഞു. പക്ഷെ രണ്ടാമത് അതൊരു മർമ്മമുണ്ട്. എന്തെന്നറിയോ? ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ കൈ കൊടുക്കുന്നതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. അധ്യാത്മരാമായണത്തിലാണത് പറയുന്നത്. സീതാദേവിയെ കാട്ടിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രീരാമേന്ദ്രൻ അടവുകൾ 18 പ്രയോഗിച്ചു. എന്തു പറഞ്ഞിട്ടും പിന്മാറുന്നില്ല. അവസാനം സീതാദേവി പ്രയോഗിച്ചൊരു ടാർപിഡോയുണ്ട്, അതിലാണ് രാമേന്ദ്രൻ വീണുപോയത്. എന്താണത്? പണിഗ്രഹണ മന്ത്രാർത്ഥഭൂമോർക്കണം. നമ്മൾ രാമായണത്തിൽ വായിക്കുന്നതാണ്. പാണിഗ്രഹണ മന്ത്രാർത്ഥഭൂമോർക്കണം, പ്രാണൻ പിരിയും വരെയും പിരിയുമോ. പാണിഗ്രഹണം നടത്തുക എന്നുള്ളത് വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ചടങ്ങാണ്. പുരാണങ്ങൾ പരിശോധിച്ചാൽ അതിൽ മുഴുവൻ പാണിഗ്രഹണമേ ഉള്ളൂ. പുടവ കൊടുപ്പും താലികെട്ടുമെല്ലാം പിന്നെ നമ്മൾ ചേർത്തതാണ്. പൗരാണികമായ വിവാഹങ്ങളിലൊക്കെയും പാണിഗ്രഹണമാണ്. ആ പാണിഗ്രഹണം നടത്തുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിന്റെ സാരം പ്രാണൻ പിരിയും വരെ പിരിയില്ല എന്നാ. അതാണ് എന്റെ അന്തരാർത്ഥം. എന്നതുപോലെ ദേവനും ഭക്തനും ഒരേ പേരിൽ അറിയപ്പെടുന്നതിന് ഒന്നാമത്തെ രഹസ്യം തത്വമസി ആണെങ്കിൽ, രണ്ടാമത് അന്യരിൽ എന്നെ കാണുക. അന്യരിൽ എന്നെ കാണുക, എന്നിൽ അന്യരെ കാണുക. ഇതിനേക്കാൾ വലിയൊരു സംസ്കാരം ലോകത്ത് പഠിപ്പിക്കാനുണ്ടോ? മറ്റുള്ളവരിൽ എന്നെ കാണുക, എന്നിൽ അന്യരെ കാണുക. എത്ര വിശാലമായ കാഴ്ചപ്പാടാണത്. ഇത് തന്നല്ലേ സകല പുരാണങ്ങളും വേദങ്ങളും പഠിപ്പിച്ചു തന്നത്. മഹാഭാരതം പറഞ്ഞു, യദ്യത്യാത്മനിച്ച ഇച്ഛേദ തത് പരസ്യാപി കൽപ്പയേത് നകൽ പരസ്യ കുർവീത ജ്ഞാനാൻ അപ്രിയമാത്മന. നീ നിന്റെ ശരീരത്തോട് മറ്റൊരാൾ എന്തെല്ലാം ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ എല്ലാം നീ അവനോടും പ്രവർത്തിക്കാം. ഇതേ ആശയം തന്നെയല്ലേ ബൈബിളിൽ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം, അന്യൻ നിന്നോട് എപ്രകാരം വർത്തിക്കണമെന്ന് നീ ഇച്ഛിക്കുന്നുവോ അപ്രകാരം നീ അവനോടും പ്രവർത്തിക്കുക. ഇത് തന്നെ യദ്യത്യാത്മന, അതിന്റെ ഇത് തന്നെയാണ്. അത് തന്നെയാണ് നബി തിരുമേനി പറഞ്ഞത്. മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാൾ നീ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നീ മറ്റൊരാൾക്കും ചെയ്യുന്നത് വരെ നീ മുസ്ലിം ആകുന്നില്ല. ഒരേ തത്വമല്ലേ, ഒരേ തത്വം. ഇതുകൊണ്ടല്ലേ 20-ാം നൂറ്റാണ്ടിന് കേരളത്തിന്റെ വരദാനമായ 3 മഹാ ആധ്യാത്മിക ഗുരുക്കന്മാരെ കിട്ടി. 20-ാം നൂറ്റാണ്ട് വരദാനമാണ് 3 പേര്. 1 ശ്രീനാരായണ ഗുരുദേവൻ, 2 ചട്ടമ്പി സ്വാമി തിരുവടികൾ, 3 ശുഭാനന്ദ ഗുരുദേവൻ. ഇവർക്ക് 3 പേർക്കും ജാതിയുണ്ടോ? ഇവർക്ക് 3 പേർക്കും ജാതി ഉണ്ടോ? അവര് ജാതി പരിഗണിച്ചവരല്ല. പക്ഷേ 3 പേരെയും പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ അവരെ ജാതി ഓടിപ്പോയി. അതാണ് കേരളം.
അതാണ് കേരളം. ഞാൻ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ പോയി, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പോയി, അവിടെ ഒന്നും കാണാത്ത ഒരു ഉപകരണം കേരളത്തിലുണ്ട്. എക്യുപ്മെന്റ്. ഈ പറയുന്ന ഉപകരണം തമിഴ്നാട്ടിലില്ല, കന്നഡയിലില്ല, ആന്ധ്രയിലില്ല, ഗുജറാത്തിലില്ല, ഇന്ത്യയിലല്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ, ലോകത്തൊരു രാജ്യത്തും കാണാത്തൊരു ഉപകരണം കേരളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഉപകരണം എന്നറിയാമോ? തേങ്ങ പൊതിക്കുന്ന ഉപകരണം. തേങ്ങ പൊതിക്കുന്ന ഉപകരണം. എന്തോ അതിന്റെ പേര്? അതേ പാര. കേരളത്തിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മനസ്സിലായി പാര കണ്ടുപിടിച്ചവൻ മലയാളിയാകുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉണ്ടാകുന്നത് ഫിലിപ്പൈൻസിലാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നാളികേരം പൊളിക്കുന്ന കളമാന്തി പോലെ ഒരു സാധനം, അതിങ്ങനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കെട്ടിപ്പിടിച്ചങ്ങ് മലർത്തും. പാര കണ്ടുപിടിച്ചത് മലയാളിയാണ്. ആർക്കെന്ത് പാര വെക്കാമെന്ന് ആലോചിക്കുന്നേ. ഇന്ത്യയിൽ എത്രയോ ഋഷിമാർ, സന്യാസിമാരുണ്ടായി. അവർ ഹിന്ദു സമുദായത്തിലെ ഏതു ഉപജാതിയിൽപ്പെട്ടതാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഏത് ജാതിയാ? ഹിന്ദുവാണ്. അതിന് ഏത് ഉപജാതിയിൽപ്പെട്ടതാ പറയാവോ? നോ, കിട്ടത്തില്ല. സ്വാമി വിവേകാനന്ദൻ ഏത് ജാതിയിൽപ്പെട്ടതാ? കിട്ടില്ല. മഹർഷി അരവിന്ദോ, രമണ മഹർഷി, സ്വാമി സത്യാനന്ദ സരസ്വതി ഏത് ജാതിയിൽപ്പെട്ടതാ? ഒരു പിടിയും കിട്ടത്തില്ല. കാരണം അവരെല്ലാം വടക്കേ ഇന്ത്യ, കേരളത്തിന് വെളിയിൽ ജനിച്ചതാ. അതുകൊണ്ടാണ് കിട്ടാത്തത്. കേരളം പാര കണ്ടുപിടിച്ച നാട്ടിൽ ജനിച്ച മൂന്ന് ഋഷിമാരാണ് ഇവർ 3 പേര്. അത് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താണ്, നമ്മുടെ നാടിന്റെ സ്വത്താ. ശ്രീനാരായണ ഗുരുദേവൻ ഏത് ജാതിയാന്ന് ആരോടും ചോദിക്കണ്ട. ചട്ടമ്പി സ്വാമി തിരുവടി ഏത് ജാതിയാന്ന് ചോദിക്കണ്ട, അപ്പഴേ അറിയാം. ശുഭാനന്ദ ഗുരു, അവർക്ക് 3 പേർക്ക് ജാതിയില്ല. അതാണ് രസം. നമുക്ക് ജാതിയില്ല എന്ന് ഗുരുദേവൻ പ്രഖ്യാപിച്ചു. ചട്ടമ്പി സ്വാമി തിരുവടികൾ അദ്ദേഹത്തിന് 150-ാം ജന്മവാർഷികം ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2-3 ഏപ്രിൽ മാസത്തില് പന്മന ആശ്രമത്തിൽ പ്രസംഗിക്കാൻ പോയിരുന്നേ. ചട്ടമ്പി സ്വാമി തിരുവടികൾ ഒരിക്കലേ ശാസ്താംകോട്ട കൂടി ഇങ്ങനെ നടന്നു വരിക. അദ്ദേഹത്തിന്റെ കൂടെ കുറെ നാട്ടുകാരും പറയും, വലിയ ശിഷ്യന്മാർ, 2 ശിഷ്യന്മാരേ ഉണ്ടായിരുന്നുള്ളൂ. ശിഷ്യ ഗണങ്ങൾ അധികം കൂട്ടിയിട്ടില്ല. നാട്ടുകാരെല്ലാം സ്വാമിയുടെ പുറകെ ഒരു അല്പം അകലെ വിട്ട് നടന്നു വരിക. പുലയ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയോ ഇടവഴി കൂടെ വന്ന് തൊട്ട് മുമ്പിൽ അങ്ങ് ചാടിപ്പോയി. തീണ്ടലും തൊടിയിലുമുള്ള കാലമാണ്. ചാട്ടമ്പി സ്വാമി തിരുവടിയിലെ കണ്ടപ്പോ ഈ പുലയുവാവ് കയറി ഓടി. തല്ല് കിട്ടുമെന്ന് വിചാരിച്ചത്. ചാട്ടമ്പി സ്വാമി തിരുവടിയുടെ പേര് തന്നെ ചട്ടമ്പി എന്നാണ്. നല്ല ആരോഗ്യമാണ്. ചട്ടമ്പി എന്ന പേര് വന്നത് മോണിറ്റർ ആയതുകൊണ്ടാണ് കേട്ടോ, അത് വേറെ കാര്യം. തിരുവനന്തപുരം ഹജൂർ കച്ചേരി, ഇന്നത്തെ സെക്രട്ടേറിയറ്റ്, അത് പണിയാൻ വേണ്ടി ചെങ്കൽ ചൂളയിൽ നിന്ന് ചെങ്കല്ല് വെട്ടി തലയിൽ വെച്ച് എല്ലാവരും ഒരു ചെങ്കല്ല് ചുമക്കുമ്പോൾ ചട്ടമ്പി സ്വാമി തിരുവടികൾ 2 കല്ല് തലയിൽ വെച്ച് ചുമന്നുകൊണ്ടുവന്നാണ് സെക്രട്ടേറിയറ്റ് പണിഞ്ഞത്. അത്ര ആരോഗ്യമുള്ള മനുഷ്യനാ. ഈ പുലേവാ ഓടിയപ്പോ ചട്ടമ്പി സ്വാമിയുടെ പിറകെ ഓടി. അവൻ വിചാരി തല്ലാൻ ഓടിക്കാന്ന് വിചാരിച്ചു. അവൻ അതിലും വേഗത്തിൽ ഓടി. സ്വാമി ഓടിച്ചിട്ട് അവരെ പിടിച്ച് കഴുത്തെ പിടിച്ച് നടുറോട്ടി കൊണ്ടുവന്നു. കഴുത്തിന് കല്ലിട്ട് പിടിച്ച് നടുറോട്ടി കൊണ്ടുവന്നു. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു പ്രഖ്യാപനം ശാസ്താംകോട്ട ടൗണിൽ നിന്ന്. അയിത്തം അറബിക്കടലിൽ. കണ്ടോ, അദ്ദേഹത്തിന് അയിത്തവും ഇല്ല, ജാതിയില്ല, ഒന്നുമില്ല. ശുഭാനന്ദ ഗുരുദേവനും ഇല്ല. ദാസേട്ടൻ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ദാസേട്ടൻ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് നല്ല പഠിക്കും. ഉച്ചാരണം ശരിയായില്ലെങ്കിൽ പല പ്രാവശ്യം പലരോട് ചോദിച്ച് മനസ്സിലാക്കും. എന്നോട് നേരിട്ടും ഫോണിലും ഒക്കെ വിളിച്ച് ചില സംസ്കൃത വരികൾ, ചില അറബി പാട്ടൊക്കെ പാടുമ്പോഴൊക്കെ ദാസേട്ടൻ എന്നെ പല പ്രാവശ്യം വിളിക്കും. ഒരു ഉദാഹരണം പറയാം. എല്ലാം പാടയിട്ടുള്ള ഹല്ലാക്കൂടെയോനെ, ഈ പാട്ട് ദാസേട്ടന് പാട്ട് റെക്കോർഡ് ചെയ്യണം. തരങ്ങി നിൽക്കുകയാണ്. എന്നെ ഫോണിൽ വിളിച്ചു. അന്ന് ലാൻഡ് ഫോണാണ്. വിളിച്ചിട്ട്, എടാ എങ്ങനെ ഈ ഹല്ലാക്കെന്ന് എങ്ങനെയാ പറയുന്നത്? ഹായാന്നോ? ഞാൻ പറഞ്ഞല്ല. കായാന്നോ? അല്ല. പിന്നെയോ ഹാ ഹാ, അതെങ്ങനെ ഉച്ചരിക്കുന്നത്? പല പ്രാവശ്യം ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തു ദാസേട്ടൻ. ഹാ 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 എന്ന് പറയും. ദാസേട്ടനെ ചുവ മനസ്സിലായില്ലെന്ന് തോന്നി. എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു. ദാസേട്ടാ, ഒരു ചേമ്പെടുത്ത് അടുപ്പിലിടുക. അത് നല്ല വെന്ത് കഴിയുമ്പോ ചേമ്പ് ചൂടോടെടുത്ത് വാവുകൊണ്ട് കടിക്കുക. ദാസേട്ടൻ എങ്ങനെ പറയും? ഹാ എന്ന് പറയാം. അത് തന്നെ. അപ്പൊ ദാസേട്ടൻ പാടി, എല്ലാം പാടയിട്ടുള്ള ഹല്ലാക്കൂടെയോനെ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണ്. സംസ്കൃത ഭാഷയിൽ ചില ഉച്ചാരണം സംശയം വരുമ്പം വിളിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്. എന്നോട് മാത്രമല്ല പലരോടും ദാസേട്ടൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ദാസേട്ടൻ ഞാൻ ഒരു ദിവസം ചെന്നപ്പോ ദാസേട്ടൻ ഒരു പാട്ട് ഇങ്ങനെ പാടി പഠിക്കാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ദാസേട്ടനോട് ഞാൻ ചോദിച്ചു, ഇത് ബിച്ചുവിന്റെ പാട്ടാണോ വയലാറിന്റെ ആണോ?
എല്ലാ എഴുത്തുകാരെയും ദാസേട്ടന് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. ചിലരോട് പ്രത്യേകതയുണ്ട്, അതെനിക്ക് പറയാൻ പറ്റുന്നില്ല, അത് പറയാൻ പാർശ്വല്ല. എനിക്കറിയാം, എന്നോട് പല രഹസ്യങ്ങളും പറയാറുണ്ട്. ഞാൻ ചോദിച്ചിട്ട് ഇത് വയലാറിന്റെ ആണോ ബിച്ചുവിന്റെ ആണോ? ദാസേട്ടൻ പറയും ഇത് രണ്ടുപേരുടെ അല്ല. എന്നിട്ട് ആ എഴുതി വെച്ചിരുന്ന പാട്ട് എന്നെ കാണിച്ചത്, നീ ഒന്ന് പാടി നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നു പറഞ്ഞു. അതിന്റെ ആശയം കൊള്ളാമെന്ന് ചോദിച്ചു. ആ പാട്ട് ഇതായിരുന്നു: ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ശുഭാനന്ദ ഗുരുദേവന്റെ ശിഷ്യനായ ആനന്ദജി എഴുതാണ് ഗാനം. അവർക്കാർക്കും ജാതിയില്ല, അവർ ജാതിയെക്കുറിച്ച് ചിന്തിച്ചില്ല. അയ്യപ്പന് ജാതിയുണ്ടോ? അയ്യപ്പന് ജാതിയുണ്ടോ? ഉണ്ടോ? ഒരു ജാതി പരിഗണനയുമില്ല. വാവരെ കണ്ടിട്ട് എന്നെ കണ്ടാ മതി എന്ന് പറയുന്ന അയ്യപ്പന് ജാതി ഉണ്ടോ? എല്ലാവരെയും സമത്വത്തോടുകൂടി സ്വീകരിച്ച ഒരു മഹാശക്തി. വീണ്ടും ഐക്യത്തിന്റെ ശക്തി വീണ്ടും കാണുന്നു. വൈഷ്ണവരും ശൈവരും തമ്മിൽ നിർത്താത്ത പ്രശ്നങ്ങളായിരുന്നു ഭാരതത്തിൽ. അതിൽ വൈഷ്ണവരുടെ ആരാധനമൂർത്തിയായ മഹാവിഷ്ണുവും ശൈവരുടെ ആരാധനമൂർത്തിയായ പരമശിവനും ചേർന്നുണ്ടായ സന്താനം. ചുരുക്കി പറഞ്ഞാൽ സർവസമാസ സന്ധിയുടെ അവതാരം. ജാതിയും വർണ്ണവും വർഗവും വ്യത്യാസവും പ്രവിശ്യയും നാടും ഭാഷയ്ക്കും അതീതമായി മനുഷ്യനെ സ്നേഹിച്ച, മനുഷ്യനാകാൻ പഠിപ്പിച്ച ഒരു അവതാരം. അതാണ് സാക്ഷാൽ അയ്യപ്പൻ. അതുകൊണ്ടാണ് അന്യരിൽ എന്നെ കാണാൻ പഠിപ്പിച്ചത്, എന്നിൽ അന്യരെ കാണാൻ പഠിപ്പിച്ചത്. അതിന്റെ തത്വമാണ് എല്ലാ മതങ്ങളും പഠിപ്പിച്ചത്. നിനക്ക് എന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, നീ അന്യർക്ക് വേണ്ടി അതും ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് യേശുദേവൻ പറഞ്ഞത്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, രണ്ടുള്ളവൻ ഒന്നും ഇല്ലാത്തവന് കൊടുക്കണമെന്നൊരു ഉപദേശം ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു മത്തായി ചേട്ടൻ അടുത്ത് എന്നിട്ട് ഉപദേശിയോട് ചോദിച്ചു, ഉപദേശി എനിക്ക് 2 പശുക്കളുണ്ട്, അതിലൊന്നിനെ ദാനം ചെയ്യണോ? രണ്ടുള്ളവൻ ഒന്നും ഇല്ലാത്തവൻ കൊടുക്കണ്ടേ? 2 പശുക്കളുണ്ട്, ദാനം ചെയ്യണോ? ഉപദേശി കുറച്ചു നേരം ഞാൻ ആലോചിച്ചിരുന്നു. ഇരുന്നേച്ച് പറഞ്ഞു, മിണ്ടാപ്രായുടെ കാര്യത്തിൽ ഈ നിയമം ബാധകമല്ല. കാരണം ഉപദേശിക്ക് 2 പശുവുണ്ട്, അതുകൊണ്ടാണ് അയാൾക്ക് 2 പശു. മിണ്ടാപ്രാണികളുടെ കാര്യത്തിൽ ഈ നിയമം ബാധകമല്ല എന്ന് പറഞ്ഞു കളഞ്ഞു. വള്ളമ്മ, ഇതെല്ലാ സമുദായത്തിലും ഉണ്ട് കേട്ടോ, 1, 2 ഒന്നുമല്ല. മതങ്ങൾ കച്ചവടച്ചാരുക്കളാക്കി, അവരുടെ സ്വാർത്ഥം നിറവേറ്റാൻ വേണ്ടിയുള്ള മുഖം മൂടികളാക്കി. ആക്ടൻ സിംഗ്ലർ പറഞ്ഞതുപോലെ മാസ് ടെൽസ് മോർ ദാൻ ഫേസസ്. മുഖത്തേക്കാൾ മുഖം മൂടികൾ സംസാരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാവുകൊണ്ട് ഉയർന്ന പദങ്ങൾ പറയും, മനസ്സുകൊണ്ട് അധമ പദത്തിലൂടെ സഞ്ചരിക്കുന്നു. മനുഷ്യന് മുഖം മൂടിയാണ്. എവിടെയാണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ സന്നിധാനത്തിലേക്ക് പോകുമ്പോൾ ഒരേ വസ്ത്രം, ഒരേ മന്ത്രം, ഒറ്റ ജപം, പരസ്പരം അയ്യപ്പ സ്വാമി എന്നല്ലാതെ മറ്റൊരു അഭിസംബോധനമില്ല. തുല്യത, തുല്യത, തുല്യത. ഇത് 1ാമത്തെ സന്ദേശം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരുപാടുണ്ട്. അയ്യപ്പ സങ്കല്പത്തിന്റെ, അവതാരത്തിന്റെ പ്രവൃത്തികൾ മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം കണ്ടെത്തി പഠിക്കേണ്ടതാണ്. നോക്കൂ, പന്തളം രാജകൊട്ടാരത്തിലെ വളർത്തമ്മ നടത്തിയ ഗൂഢ പദ്ധതിയാണ് രോഗത്തിന്റെ ചികിത്സയായി പുലിപ്പാൽ വേണം എന്നുള്ളത്. കഥ നമുക്കറിയാം, ഞാൻ കഥ പറഞ്ഞ് നീട്ടുന്നില്ല. അമ്മയുടെ സ്ഥാനത്തു തന്നെ വളർത്തമ്മയെയും കാണണമെന്ന് പഠിപ്പിച്ച ഒരു മഹാസംസ്കാരം. അതാണ് അയ്യപ്പൻ. അമ്മയ്ക്ക് വയറുവേദനയ്ക്ക് പുലിപ്പാൽ വേണമെന്ന് പറഞ്ഞപ്പോ പുലിപ്പാലല്ല, പുലിപ്പാൽ എന്ന് പറയുമ്പോ ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും ചിന്തിക്കാതെ പുലിയെ തേടി ഇറങ്ങിയ മകനെ പഠിപ്പിക്കുകയാണ് അയ്യപ്പൻ. ഞാൻ പറഞ്ഞില്ലേ, ആലങ്ങാട്, പേട്ടതുള്ളുന്ന ആൾക്കാരുടെ നാടാണ് ആലുവ, ആലങ്ങാട്. അവിടെ ഇത്തവണ സത്രം നടത്തിയപ്പോ എന്തോ ഒരു ജനം. എൻ്റെ അമ്മോ, ക്ലോസർ ടു TV വെച്ചാൽ സംസാരിക്കുക. കാരണം പുറകിൽ ഇരിക്കുന്നവർ കാണാൻ പറ്റത്തില്ല, അത്ര ഭയങ്കര ജനം. അന്ന് ശബരിമല മേൽശാന്തി ഇവിടെ വന്ന മേൽശാന്തി എൻ്റെ കൂടെ സ്റ്റേജിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മേൽശാന്തിയോട് ചോദിച്ചു, പന്തളം രാജകൊട്ടാരത്തിലെ അംഗങ്ങൾ തിരുവാഭരണവുമായി വന്നു കഴിഞ്ഞാൽ നട അടയ്ക്കുന്നത് വരെ പന്തളം രാജകൊട്ടാരത്തിലെ ആരെങ്കിലും ഒരാൾ
അയ്യപ്പന്റെ തിരുമുമ്പിൽ വന്ന് തൊഴാറുണ്ടോ? ഇല്ല, ഇല്ല. എന്താ കാര്യം? പിതൃസ്ഥാനീയരാണ്. പന്തളം കൊട്ടാരത്തിലെ പ്രതികൾ പിതൃസ്ഥാനീയരാണ്. എടുത്തു വളർത്തിയ അച്ഛനാ, സ്വന്തം അച്ഛനല്ല. സ്വന്തം അച്ഛനെ നമുക്കറിയാം അല്ലേ? ശംഭു മഹാദേവ, അതാണ് സ്വന്തം പിതാവ്. എടുത്തു വളർത്തി സംരക്ഷിക്കുന്ന മാതാവായാലും പിതാവായാലും സംരക്ഷിക്കുന്നവരെയും മാതൃപിതൃ സ്ഥാനത്ത് കാണണമെന്ന് പഠിപ്പിച്ച വിശ്വസംസ്കാരം, അതാണ് അയ്യപ്പൻ. പന്തളം രാജാവ് നേരെ വരാൻ പാടില്ല. സന്നിധാനത്തിന് നേരെ മുമ്പിൽ, പ്രതിഷ്ഠയുടെ മുമ്പിൽ വന്നാൽ അയ്യപ്പൻ എഴുന്നേക്കേണ്ടി വരും. അതുകൊണ്ടാണ് പന്തളം കൊട്ടാരത്തെ പ്രതികൾക്ക് നേരെ നിന്ന് തൊടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അവതാരമൂർത്തിയായാലും കാലിയുഗ വരദനായാലും ജനകോടികളുടെ ഹൃദയം കീഴടക്കിയ ദേവനായാലും അച്ഛനെ കാണുമ്പോൾ എഴുന്നേക്കണമെന്ന് പഠിപ്പിച്ച സംസ്കാരം, അതിനപ്പുറം ഇനി ഒന്ന് പഠിപ്പിക്കാനുണ്ടോ? ഇന്നത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കാം. മാതാപിതാക്കളുടെ അവസ്ഥ എന്താ അവസ്ഥ? അടൂര് താലൂക്ക് ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത്, അടൂര് ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നു. ഒരു കാര്യം പറഞ്ഞാൽ അങ്ങ് അവസാനിപ്പിക്കാൻ, അമ്മയ്ക്ക് തുല്യമായിട്ട് ഈ ഭൂമിയിൽ ആരാണുള്ളത്? അവതാര പുരുഷന്മാർക്ക് അറ്റാച്ച്മെന്റ് അമ്മയോടാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണനെ ഒരലിൽ പിടിച്ചു കെട്ടിയത് യശോദയാണ്. വസുദേവർക്ക് പിടിച്ചേറ്റാൻ പറ്റുമോ? വിവരം അറിയും. അമ്മയ്ക്കാണ് കണ്ണൻ മാതറന്ന് കാണിച്ചു കൊടുത്ത് 14 ലോകവും. അച്ഛന് കാട്ടിയിട്ടുണ്ടോ? ഇല്ല. അവതാരങ്ങളുടെ ബന്ധം അമ്മയോടാണ്. ലങ്കയാകെ പരാജയപ്പെടുത്തി രാവണനെ നിഗ്രഹിച്ചു. മടങ്ങിപ്പോകാനെന്ന് ശ്രീരാമചന്ദ്രനോട് വിഭീഷണൻ പറഞ്ഞു. രാമായണം തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട്, വിഭീഷണൻ വരം ചോദിച്ചത് വിഷ്ണുഭക്തി മാത്രമാണ്. നമ്മൾ മാനിഷാദ പ്രതിഷ്ഠാന്ത ഭഗവത് ശശുതീശമ യൗജമിഥിനാദേകം അപതിം കാമമോഹിതം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. തുടങ്ങുന്ന ശ്ലോകം. അടുത്ത ശ്ലോകം, പുരാ വിശ്രവസപുത്രോ രാവണോ നാമ രാക്ഷസ ആസീത് തസ്യാൻജോ കുംഭകർണ വിഭീഷണോ തേരു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേധസം വരാനിമാൻ ബബുരേ. രാവണോ മാനുഷാദന്യേരവധ്യത്വം തദാത്മന കുംഭകർണനോ നിർദേവത്വമിച്ഛയാ നിദ്രേവത്വം ബബുരേ വിഭീഷണോ വിഷ്ണുഭക്തിം ബബുരേ. അവർ 3 പേരും വരം ചോദിച്ചു. വിശ്രവസിന്റെ മക്കളായ രാവണനും കുംഭകർണനും വിഭീഷണനും. രാവണൻ ചോദിച്ചത് മനുഷ്യരല്ലാതെ ആരും എന്നെ കൊല്ലരുത്. കുംഭകർണൻ ചോദിച്ചത് നിർദേവത്വം ചോദിക്കാമോ, നാവരടി പോയി നിദ്രേവത്വമായി പോയി. വിഭീഷണൻ ചോദിച്ച വിഷ്ണുഭക്തി മാത്രമാണ്. വിഷ്ണുഭക്തി ഉറഞ്ഞുകൂടിയ വിഭീഷണൻ യുദ്ധമെല്ലാം കഴിഞ്ഞ് ദുഷ്ടരെ മുഴുവൻ നിഗ്രഹിച്ച് മടങ്ങിപ്പോകാൻ പോകുന്ന ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അങ്ങ് ഇവിടുത്തെ രാജാവായി വാഴണം. വിഭീഷണനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ലോകപ്രശസ്തമാണ്. പക്ഷെ സന്ദർഭം ഇതാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അവിടെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി. ജനനി, അമ്മയും ജനിച്ച നാടും സ്വർഗത്തിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞപ്പോ ശ്രീരാമചന്ദ്രൻ ആദ്യം പറഞ്ഞത് അമ്മയാ, പിന്നെ ജന്മനാട് പറഞ്ഞത്. അറ്റാച്ച്മെന്റ് അമ്മയോടാണ്. വ്യാസമുനി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വരമുണ്ട്. അമ്മ എന്നെ എപ്പോൾ കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടും. വ്യാസമുനി. കഥകളും പുരാണങ്ങളും ധാരാളമാണ്, ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. സർവജ്ഞപീഠം കടിയ ശങ്കരാചാര്യർ അമ്മ മരിച്ചപ്പോൾ ഒറ്റയ്ക്കെടുത്ത് ചെതയിൽ വെച്ചിട്ടാണ് മാതൃപഞ്ചകം എഴുതി തന്നത്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാർച്ചിൽ അവിടുത്തെ ജന്മനക്ഷത്രത്തിന്റെ അനുസ്മരണ സമ്മേളനം കാലടി സർവകലാശാല ആഭിമുഖ്യത്തിൽ നടത്തുമ്പോൾ ഈ 5 ശ്ലോകങ്ങൾ ശങ്കരാചാര്യ മാതൃപഞ്ചകത്തിന്റെ ശ്ലോകങ്ങൾ മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ വ്യാഖ്യാനിച്ചത്. എന്റെ മുന്നിൽ ഇരുന്ന പ്രൊഫസർമാരും പ്രിൻസിപ്പലും വൈസ് ചാൻസലറും ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളും ഞാനും കണ്ണുനീരണിഞ്ഞു. വൈരാഗിയായ തുരീയ ഭാവത്തിലെത്തിയ ശങ്കരാചാര്യർക്ക് അങ്ങനെ ഒരു സെന്റിമെന്റ് എഴുതാൻ പറ്റുമോ? പക്ഷെ അമ്മ എന്നത് സാന്ദ്ര സത്യമാണ്. അമ്മ എന്നത് വികാരമാണ്. അമ്മ എന്നത് വിചാരമാണ്. അമ്മ എന്നത് ദേവതയാണ്. അതിന് പകരം വയ്ക്കാൻ ഒന്നും ഈ ഭൂമിയിൽ ഇല്ല. അതാണ് വളർത്തമ്മയായാലും പുലിപ്പാല് വേണമെന്ന് പറഞ്ഞപ്പോൾ ജീവൻ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് പോയ അയ്യപ്പൻ കാണിച്ചെന്ന മാർഗം അതാണ്. ശ്രീനാഥ ഗുരുദേവൻ ജനനി നവരത്ന മഞ്ജരി, അമ്മ ആരെന്ന് പരിചയപ്പെടുത്തുക. അവതാരങ്ങൾ, ഋഷിമാർ, കലാകാരന്മാർ എല്ലാം അമ്മയോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്.
ഇന്നത്തെ അവസ്ഥ എന്താ ചിന്തിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുക. സൂര്യൻ അസ്തമിച്ചാൽ ഞാൻ ആഹാരം കഴിക്കാറില്ല, അതിനു മുമ്പേ കഴിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരു പൊതി കെട്ടി വണ്ടിയിലിട്ടേക്കും. 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് വണ്ടി എവിടെയെങ്കിലും സൈഡിട്ട് ഒതുക്കി നിൽക്കും, അതും കഴിക്കും. അതുപോലെ ബിരിയാണിയും ദോശയും അപ്പവും ഇഡ്ഡലിയും ഒന്നുമല്ല. അത് ചില സമ്മിശ്ര ഭക്ഷണം കൊണ്ടൊരു സ്വാമി പറഞ്ഞു തന്നതാണ്, ഒരു സന്യാസി പറഞ്ഞു തന്നതാണ്. എൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയ ചില സംഭവം കൽക്കണ്ട, മാവിലെ പഴം, അങ്ങനെ എല്ലാം കൂടെ ചേർത്തയിലേ പൊതിഞ്ഞിടും. ഇനി അത്താഴമില്ല, ഇനി അത്താഴമില്ല. സന്ധ്യ കഴി സൂര്യൻ അസ്തമിച്ചാൽ ആഹാരം കഴിക്കില്ല. അത് നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. ആദ്യം പോട്ടെ, എൻ്റെ കഥയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. സന്ധ്യ കഴിഞ്ഞാൽ ആഹാരം കഴിക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കഴിക്കേണ്ട ഒരു ഫ്ലൈറ്റിലാണ്, സമയമില്ല, പല വിദേശത്തൊക്കെ പോയി, അങ്ങനെയൊക്കെ സമയത്തും വേണ്ടി വരും. എന്നാൽ സാമാന്യമായി ഞാൻ സന്ധ്യ കഴിഞ്ഞ് കഴിക്കാറില്ല. പക്ഷേ സന്ധ്യ കഴിഞ്ഞ് ഞാൻ ആഹാരം കഴിക്കുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്. ഈ കഴിഞ്ഞ വർഷവും പോയിരുന്നു. ഓച്ചറ 12 വിളക്കെന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിലെന്തെങ്കിലും ഒരു ദിവസം അടിയന്റെ പ്രഭാഷണം കാണും. പൂടിയിട്ടാൽ താഴാത്ത ജനക്കൂട്ടമാണ് ഓച്ചറ, അറിയാമല്ലോ. തമ്മിൽ മുട്ടാതെ നടക്കാൻ കഴിയാത്ത ജനക്കൂട്ടമാണ്. ക്ലോസ് സർക്യൂട്ട് ടി വി വെച്ച് അവിടെ പ്രസംഗിക്കാൻ പറ്റും. അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോ കണ്ടോ, അതാണ് ദാസേട്ടൻ പാടിപ്പോയില്ലേ, അമ്പലമില്ലാതെ താത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. അവിടെ പോയി അത്താഴം കഴിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ആർക്കും വേണ്ടാതെ നടതള്ളപ്പെട്ട കുറെ അമ്മമാരുണ്ട് അവിടെ. ഏതൊക്കെയോ മക്കളെ പെറ്റുപോറ്റി വളർത്തി കുറെ പാവം അമ്മമാർ. അവരുടെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് ആഹാരം കഴിക്കുന്നത്. എന്റെ വ്രതം ഞാൻ ഭഞ്ജിക്കുന്നത് അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. അവർ വിചാരിക്കും, ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ പ്രസംഗിച്ചെന്ന് ഈ മനുഷ്യൻ ഞങ്ങളുടെ കൂടെ വന്ന് കഞ്ഞി കുടിക്കുന്നല്ലോ. ആ അമ്മമാരുടെ മനസ്സിലൊരു സന്തോഷം വരും. ആ സന്തോഷം 1 കോടി രൂപയുടെ വഴിപാട് നടത്തിയാൽ ഇതിന് പകരമായിട്ട് ഒരു ഫലം കിട്ടില്ല. ഇറ്റ് ഈസ് എ പ്രയർ. അവരൊരു പ്രാർത്ഥനയാണത്. അങ്ങനെ ഇരുന്ന് കുടിക്കുക. സംഘാടകർ എന്നോട് പറയും ഓഫീസിൽ ചെന്നിരിക്കാം, അത് അവർ ആദിത്യ മര്യാദ കൊണ്ട് അവർ പറയണം. പക്ഷെ ഞാനത് സ്വീകരിക്കില്ല. ഇവരുടെ കൂടി ഇരിക്കണം എനിക്ക്. അങ്ങനെ ഏതാനും വർഷങ്ങൾക്കപ്പുറം ഞാൻ അങ്ങനെ ഇത് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. എന്റെ അടുത്തിരുന്നൊരമ്മ, ഇവർക്കെല്ലാം സ്റ്റീൽ പാത്രമേ കൊടുക്കാൻ പറ്റൂ, കുപ്പി പ്ലേറ്റ് കൊടുത്താൽ ഉടഞ്ഞു പോകും. അതിഥി എന്ന നിലയിൽ എനിക്ക് കുപ്പി പ്ലേറ്റിൽ കഞ്ഞി കൊണ്ടുവച്ചു, മുതിരത്തോരനും കൊണ്ടുവച്ചു. മുതിരയെ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഞാൻ എഴുന്നേറ്റ് നിന്ന് എഴുതുപോയി. ഈ സാധനം കാണാനേ ഇല്ല. കുതിരയ്ക്ക് കൊടുക്കുന്ന പല ആഹാരമാണ് മുതിര. കുതിര ശക്തി എന്ന് പറയാൻ മുതിര ശക്തി സാധനം ഇപ്പൊ കാണാനില്ല. പോട്ടെ, കടിച്ചു. ഇത് കൊണ്ടുവച്ചു. തൊട്ടടുത്തൊരമ്മ, ആ അമ്മ സ്റ്റീൽ പ്ലേറ്റിൽ കഞ്ഞിയുമായിട്ടിരിക്കുന്നത്. 84 വയസ്സുണ്ടായിരുന്നു അമ്മയ്ക്ക്. അടുത്തിൽ അപ്പൊ സംഘാടകർ മാറുന്നത് വരെ കുപ്പിളേറ്റെല്ലാം വെച്ചോണ്ട് ഞാനിരി. അവർ മാറിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തിരിക്കുന്ന ഏതെങ്കിലും അമ്മമാർക്ക് നീക്കി വെച്ച് കൊടുക്കും. ഞാൻ കുടിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ട് അവർക്ക് കൊടുത്തിട്ട് അവർ കുടിച്ചതിന്റെ ബാക്കി ആ പ്ലേറ്റോടെ വലിച്ചു വെച്ച് ഞാൻ കുടിക്കും. കാരണം അതൊരു അമ്മയാണ്, ഏതോ മക്കളുടെ അമ്മയാണ്. അവരുടെ മനസ്സിലൊരു സന്തോഷം കൊടുക്കാൻ കഴിയാന്നുള്ളത് അത് ജീവിതവ്രതമാണ്. അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അവർ പ്രാർത്ഥിക്കും, ഇവൻ പോന്ന വഴിക്ക് ഒരു മുള്ളു പോലും കൊള്ളരുതെന്ന് പ്രാർത്ഥിക്കും. രായും പകലും ഓടി നടന്നാൽ ഒരു ക്ഷീണമില്ലാതെ നടക്കുന്നത് ഇത്തരം വഴിപാടുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ അടുത്തിരുന്ന് കഞ്ഞി കുടിക്കുന്ന അമ്മയോട് ഞാൻ ചോദിച്ചു, മക്കളില്ലേ എന്തിനാ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വന്ന് കിടക്കുന്നത് ചോദിച്ചപ്പോ ആ അമ്മ കണ്ണുനീർ വാർത്തുകൊണ്ട് സംസാരിക്കുന്നു. ലോകപ്രശസ്ത എഴുത്തുകാരനായ മാർക്കേസ്, ഗബ്രിയേല മാർക്കേസ്, അടുത്ത കാലത്ത് ലോകം വിട്ടുപോയ ഗബ്രിയേല മാർക്കേസിന്റെ ഒരു നോവലിൽ കഥാനായികയുടെ ദുഃഖം, തീവ്ര ദുഃഖം അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതി, ലൈക്ക് സമ്മർ ടെമ്പസ്റ്റ് കെയിം ഹർ ടിയേഴ്സ്. ശരത്കാലത്തിന്റെ കൊടുങ്കാറ്റ് പോലെ കണ്ണുനീർ പ്രവഹിച്ചു എന്ന് മാർക്കേസ് എഴുതിയ സങ്കല്പത്തിൽ നിന്നാണ്. പക്ഷേ ഞാനത് നേരിട്ട് കണ്ടു. ശരത്കാലത്തിന്റെ കൊടുങ്കാറ്റ് പോലെ കണ്ണുനീർ കഞ്ഞിയിൽ വീഴ്ത്തിക്കൊണ്ട് അമ്മ അവരെ കഥ പറഞ്ഞു. 8 മക്കളുണ്ട്. വെള്ളിടി വെട്ടിയതുപോലെ ഞാൻ സ്തംഭിച്ചിരുന്നു അവരുടെ മുഖത്ത് നോക്കി. 8 മക്കളുടെ അമ്മയാണ് പരബ്രഹ്മ ക്ഷേത്രത്തിൽ പട്ടിണി കഞ്ഞിക്ക്, ധർമ്മക്കഞ്ഞിക്ക് വന്നു കിടക്കുന്നത്. അതിൽ മൂത്ത മകൻ സർക്കാർ ജോലിക്കാരനാണ്. അവന്റെ കൂടെ ആയിരുന്നു ഏറെ ദിവസം. അമ്മയ്ക്ക് അൾസറുണ്ട്, വയറിനകത്ത് കുടലിലെ തൊലിയുരുട്ടി വന്ന അൾസറുണ്ട്. രാത്രി വയറ്റുവേദന വരും. റുമാറ്റിക് ആർത്രൈറ്റിസിന്റെ സന്ധിവേദനയും പനിയും അത് വരും. രാത്രി കാലങ്ങളിൽ വേദന കൊണ്ട്, വയറുവേദനയും കൈവേദനയും കാലുവേദനയും കൊണ്ട് അമ്മ കിടന്ന് ഞരങ്ങുകയും മൂടുകയും ചെയ്യും. ഒരു ദിവസം മകൻ ദൂരെ എവിടെയോ ഔദ്യോഗിക ടൂറിന് പോയപ്പോ രാത്രി ആ വീട്ടിൽ കിടന്ന് ഞരങ്ങുകയും മൂടുകയും ചെയ്തപ്പോൾ
മരുമകളും കൊച്ചുമകളും കൂടി അകത്തിരുന്നവരെ ഈ തള്ളയ്ക്ക് എവിടെയെങ്കിലും പോയി ചത്തൂടെ? അതാണ് അമ്മ. അമ്മയെന്ന സത്യം, അമ്മയെന്ന സാന്ദ്ര സത്യം, അമ്മയെന്ന ദേവത. ആ അമ്മ എന്ത് ചെയ്യുന്നത് എന്നോട് കരഞ്ഞുകൊണ്ട് പറയാ, പിറ്റേന്ന് മോൻ വന്നപ്പോ ഞാനത് പറഞ്ഞില്ല മക്കളെ. പറഞ്ഞ കുടുംബകലഹം ഉണ്ടാകുമല്ലോ. ആ അമ്മയുടെ കരുതൽ ആലോചിക്കണം. അവരെ പാദം കഴുകി കുടിച്ചാൽ തീരൂ. കുടുംബകലഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മകനോട് പറയാതെ അടുത്ത മകന്റെ വീട്ടിലേക്ക് പോയി. അവിടെയും ഗതി ഇത് തന്നെ. അടുത്ത മകളുടെ അടുത്തേക്ക് പോയി. 8ാമത്തെ മകളും തള്ളി പറഞ്ഞപ്പോ പരബ്രഹ്മം അഭയമായി വന്ന് കിടക്കുക. മക്കളെ, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ അവിടെ വന്ന് കിടക്കുക. പരബ്രഹ്മമാണ് അവിടെ സങ്കല്പം. മാതൃബ്രഹ്മ, അമ്മ ബ്രഹ്മമാണ്. മുന്നിരിക്കുന്ന കഞ്ഞി ബ്രഹ്മമാണ്, അന്നം ബ്രഹ്മ. ഒരു ബ്രഹ്മത്തിന് മുമ്പിൽ മറ്റൊരു ബ്രഹ്മത്തിന്റെ കണ്ണുനീർ ഇനി ഒരു ബ്രഹ്മത്തിൽ വീഴുന്ന ശോകനിർഭരമായ കാഴ്ച വാക്കുകൊണ്ട് എനിക്ക് വർണ്ണിക്കാൻ വയ്യ. കാലം കുറെ ആയെങ്കിൽ ഇപ്പോഴിത് പറയുമ്പോഴും എന്റെ നെഞ്ചകം പിടച്ചു പോകും. എനിക്കും അമ്മയുണ്ടാകും. കഴിഞ്ഞ കൊല്ലം മരിച്ചത്. എവിടെ പ്രഭാഷണത്തിന് പോയാലും അമ്മയോട് പറയും, ജനലിന് കൊടുത്തിടരുത്, ജനലിന് കൊടുത്തിടരുത്. കാരണം എത്ര ചിലപ്പോ മലപ്പുറം പാലക്കാട്, മെനഞ്ഞാന്ന് പാലക്കാടായിരുന്നു, അതിപ്പം ചിലപ്പോ നേരം വെളുപ്പാങ്ങലായിപ്പോ 2 മണി 3 മണിക്കൊക്കെ വന്ന് അമ്മ ഉണരാതെ ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ ജനാല തുറക്കുമ്പോ കാട്ടിലേക്ക് കിടന്നുകൊണ്ട് ചോദിക്കും, മക്കള് വന്നോ? അവരുറങ്ങിയിട്ടില്ല, അവർക്ക് ഉറക്കം വരത്തില്ല. എന്റെ അമ്മയെന്നല്ല, എല്ലാ അമ്മയും അങ്ങനെ. നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പവർ. അതിന് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. അമ്മയുടെ മുമ്പിൽ ആർദ്രഭാവമില്ലാത്ത ഒരു ഋഷിമാരും ഒരു അവതാരവും ആരുമില്ല. വളർത്തമ്മയുടെ മുമ്പിൽ പോലും ജീവൻ ത്യജിക്കാൻ തയ്യാറായ അയ്യപ്പന്റെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. അച്ഛന്റെ മുമ്പിൽ എഴുന്നേക്കേണ്ടത് കൊണ്ട് 12 രാജകുടുംബത്തിലെ ഒരാളും നേരെ തൃപ്പടിയുടെ മുന്നിൽ വരരുത്, എഴുന്നേക്കേണ്ടി വരും. ഈ അമ്മ ഇരുന്ന് കരഞ്ഞപ്പോ ഞാൻ ആ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ പേരെന്താ, അമ്മയുടെ നാട് എവിടെയാണ്? അത്രയും കിട്ടിയാൽ ഞാൻ പോയി അന്വേഷിച്ച് RDOക്ക് പെറ്റീഷൻ കൊടുത്ത മക്കളെ കൊണ്ടുവന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടാക്കാം. ആ അമ്മ കണ്ണുനീരോട് പറഞ്ഞു, എന്നെ ഇനി ആ നരകത്തിലോട്ട് കൊണ്ടുപോകരുത്. ഞാൻ എന്റെ പേരും പറയൂല, എന്റെ നാടും പറയൂല, ഞാൻ പരബ്രഹ്മത്തിൽ ലയിക്കാൻ വന്ന് കിടക്കുക. 8 മക്കളെ പോറ്റണമെങ്കിൽ ഈ അമ്മ എത്ര പ്രയാസം സഹിച്ചു കാണും. ഇന്ന് 2 മക്കളെ വളർത്താൻ എത്ര പ്രയാസമാണ്. മിക്സിയും പൊടികളും കറണ്ടും എല്ലാ സൗകര്യവും നമുക്കുള്ളപ്പോ നമുക്ക് വെള്ളം കോരണോ? താപ്പ് തിരിച്ചാ പോരെ? 8 മക്കളെയും ഭർത്താവിനെയും ശുശ്രൂഷിക്കാൻ അമ്മ എത്ര വെള്ളം വലിച്ചു കോരി കാണും, എത്ര അരകല്ല് പിടിച്ച് അരച്ചു കാണും, എത്ര ആട്ടുകല്ല് തിരിച്ചു കാണും, എത്ര നെല്ല് കുത്തി കാണും. തീ കത്തിക്കാൻ കത്താത്ത വിറക് വെച്ച് അടുപ്പിൽ വെച്ച് ഊതി 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 ഊതിയായിരിക്കണം അമ്മയ്ക്ക് ആസ്മ വന്നത്, പട്ടിണി കിടന്നായിരിക്കണം അൾസർ വന്നത്. ഈ ചിന്ത മനുഷ്യനിലുണ്ടോ? അമ്മ പറഞ്ഞു തന്നില്ല, മേൽവിലാസം പറഞ്ഞില്ല. അടുത്ത കൊല്ലം പരബ്രഹ്മക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോ സംഘാടകരുടെ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സംഘാടകരോട് ചോദിച്ച, അമ്മ എന്തി? അവരെല്ലാം തപ്പി നോക്കി. ക്യാമ്പ് ചെയ്തിരിക്കുന്ന അമ്മമാരെ കൂട്ടത്തിൽ അവരില്ല. സംഘാടകരോട് അവർ ലക്ഷണം വെച്ച് ചോദിച്ചപ്പോ എന്തിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പരബ്രഹ്മത്തിൽ ലയിച്ചു പോയി, പരബ്രഹ്മത്തിൽ ലയിച്ചു പോയി. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? അയ്യപ്പന്റെ വലിയ സന്ദേശങ്ങളിൽ ഒന്നതാണ്. ചെറിയ 2 കാര്യങ്ങൾ മാത്രമേ ഇന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടായുള്ളൂ. മണി 9:30 ഇനി ഓട്ടം തുള്ളലുണ്ട്. അത് കണ്ടിട്ടല്ലാതെ ഒരു മനുഷ്യരും എഴുന്നേറ്റ് പോകരുത്. കിരാതമാണ്. അത് കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ അത് കണ്ട് കല ആസ്വദിക്കുന്നതിനേക്കാൾ ഏറെ ആരാണ് കിരാതമൂർത്തി നമ്മൾ ചിന്തിക്കണം. ആ നൃത്തവും വാക്കുകളും കേൾക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രതിഫലവും ഐശ്വര്യവും മറ്റൊന്നാണ്. എല്ലാവരും സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ 3ാമതും അയ്യപ്പ സന്നിധി ഒരു വാവരായി വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തി, എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തി. ആ ഇരുന്ന ഇരിപ്പിൽ എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. പുറത്ത് മതിലിന്റെ പുറത്ത് നിന്നവർ അവിടെ തന്നെ നിന്നു. ഈ സമയം അത്രേ 2 മണിക്കൂറായും തോന്നുന്നു. ഈ സമയം അത്രയും നിർനിമേഷമായി കേട്ടിരിക്കുന്ന ഉദിക്കാമലയിലെ ഈ സഹോദരങ്ങൾ, നിങ്ങളാണ് എൻ്റെ പവർ.
വീണ്ടും ക്ഷണിച്ചതിനും വന്നതിനും കേട്ടിരുന്നതിനും ഒരുപാട് നന്ദിയും കടപ്പാടും കൃതാർത്ഥതയും അറിയിച്ചുകൊണ്ട് അടിയന്റെ വർത്തമാനത്തിലോ ഉദാഹരണം പറഞ്ഞതിലോ വല്ല അറിവില്ലായ്മയോ അപാകങ്ങളോ വന്നതിൽ ചാരിത്രം അവൾ തന്നെ സംരക്ഷിക്കണമെന്ന് ഉള്ള ശ്ലോകത്തിലാണ് ചിറയി കാക്കും കാപ്പ്. ഒരു പെണ്ണിനെ ചുറ്റാകെ വലയം സൃഷ്ടിച്ചുകൊണ്ട് കാത്തിരിക്കാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പോകാതെ, വിപത്തിലേക്ക് പോകാതെ, പാപങ്ങളിലേക്ക് പോകാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലയം സൃഷ്ടിക്കലാണ് ചിറപ്പ്. മാത്രമല്ല ചിറ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒഴുകി വരുന്ന വെള്ളത്തിനെ തടഞ്ഞു നിർത്തി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ചിറ. അതുപോലെ ശുദ്ധജല തടാകത്തിനും ചിറ എന്ന് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചിറകളുണ്ട്. ഒരുപാട് ചിറകളുള്ളതാണ് ചിറയൻ കീഴ് എന്ന പേര് വന്നത്. അപ്പൊ കെട്ടി നിർത്തിയിരിക്കുന്ന ശുദ്ധജലം മണ്ഡലകാലത്തിൽ നമ്മുടെ നന്മകളും ആത്മീയ ചിന്തകളും കെട്ടി നിർത്തി തെറ്റുകൾ സംഭവിക്കാതെ കാക്കുന്നത് കൊണ്ടാണ് അതിന് ചിറപ്പ് എന്ന് പേര് വന്നത്. അതാണ് മണ്ഡല ചിറപ്പ്. തൽക്കാലം ഞാൻ ഉപസംഹരിക്കുന്നു. സ്വാമിയേ ഹരിഹരസുതനയ്യൻ അയ്യപ്പ സ്വാമിയേ, സത്യമായ പൊന്ന് 18 പടിയേ ശരണമേ.